ഇതാണ് അഭിഷേകം. പിന്നെ നമ്മൾ എന്താ ഈ അഭിഷേകത്തെ പറ്റി പറയുന്നൊക്കെ എനിക്കറിഞ്ഞുകൂടാ. എല്ലാവർക്കും അഭിഷേകമാണോ പറയുന്നൊക്കെ? എന്നിട്ട് ഭാഷ മാറുന്നുമില്ല. നമ്മൾ എന്ന് പഠിക്കും ഈ പുതിയ ഭാഷ? ശത്രുവിനോട്, വേദനിപ്പിച്ചവരോട്, ചതിക്കുന്നവരോട് പോട്ടെ, വിട്ടുകള. ഞാൻ മറന്നു, വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ ഇല്ല, ഞാൻ പ്രതികാരത്തിനില്ല. ഈ ഭാഷ നമ്മൾ എന്ന് പഠിക്കും? നമ്മൾ എന്ന് പറയും? പിതാവേ, അവനറിയുന്നില്ല എന്താണ് അവൻ ചെയ്യുന്നതെന്ന്, അവനോട് ക്ഷമിക്കണമേ. ഇതാണ് ആ പുതിയ ഭാഷ. യോഹന്നാന്റെ ഭാഷ മാറുന്നത് ഞാൻ പറഞ്ഞില്ലേ? കസേരയ്ക്ക് വേണ്ടി അമ്മയെ കൊണ്ട് പറയിപ്പിച്ചവനാ, അടുത്തും വലത്തും സഹോദരന്മാർക്ക് വേണ്ടി. തീയിറക്കി നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞവനാ, ദേഷ്യം വന്നിട്ട്, മനുഷ്യന്റെ അല്ലേ തിന്മ കണ്ടിട്ട്. ആ മനുഷ്യന്റെ ഭാഷ മാറിയത് കണ്ടോ? സ്നേഹം, അത് മാത്രം അവന്റെ ഭാഷ. നമ്മൾ എന്ന് അഭ്യസിക്കും ഈ ഭാഷ? ഇത് പഠിപ്പിക്കുന്ന അധ്യാപകന്റെ പേരാ പരിശുദ്ധാരൂപി. ഇതിന് പറയുന്ന, ഈ അനുഭവത്തിന് പറയുന്ന പേരാ അഭിഷേകം. അവരെ പറ്റി ഒരു പരാമർശമുണ്ട് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനത്തിൽ. 4 കാര്യങ്ങൾ അവിടെ പറയുന്നത്. 2:42 അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം. 1 പ്രബോധനം, 2 കൂട്ടായ്മ, 3 അപ്പം മുറിക്കൽ, 4 പ്രാർത്ഥന. വിശുദ്ധ കുർബാനയല്ലേ നമുക്ക് പ്രധാനപ്പെട്ടത്? ആദ്യം വിശുദ്ധ കുർബാനയൊക്കെയല്ലേ പറയേണ്ടത്, അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? കുർബാന 3-മത്, പ്രാർത്ഥന 4-മത്. ഇങ്ങനെയൊക്കെയാണോ ഒരു അപ്പോസ്തലൻ പഠിപ്പിക്കേണ്ടത്? അതല്ല ഈ സുവിശേഷം പഠിപ്പിക്കുന്നത്. നിങ്ങൾ, ഞാനിപ്പം യോഹന്നാന്റെ സുവിശേഷം വായിച്ചത് അല്ലേ, 13-ാം അധ്യായം നമ്മൾ വായിച്ചത്. സ്നേഹമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രത്യേകതയുണ്ട്. അതിനകത്ത് ഈ അന്ത്യ അത്താഴത്തെപ്പറ്റി വിവരണം ഒന്നുമില്ല, അപ്പം മുറിക്ക് ശുശ്രൂഷയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് യോഹന്നാൻ 3 സുവിശേഷത്തിലും ഈ അപ്പം മുറിക്കലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, എന്നാൽ യോഹന്നാൻ അതിനെപ്പറ്റി പരാമർശമില്ല. ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം യോഹന്നാൻ സ്കിപ്പ് ചെയ്ത് വിട്ടുകളഞ്ഞു, അല്ലേ? എന്താ കാരണം? അല്ലെങ്കിൽ ഈ ലൂക്കായാണ് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം എഴുതിയതെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നതൊക്കെ. നമ്മളിൽ എത്ര പേര് ആത്മീയരാണെന്ന് നെഞ്ചിൽ കൈവച്ച് ഓരോരുത്തരും ചോദിക്കട്ടെ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തണ്ട, വിധിക്കണ്ട. നമ്മുടെ ഉള്ളിൽ ഈ ദൈവം തന്നെയാണോ വസിക്കുന്നത്? പിന്നെ എന്തേ ഒന്ന് കുനിയാൻ പറ്റാത്ത? നമ്മുടെ ഭാഷ എന്തേ മാറാത്തത്? പരിശുദ്ധാരൂപി വന്നപ്പോൾ അവർ പുതിയ ഭാഷകൾ സംസാരിച്ചു. ഏത് ഭാഷ? ഹീബ്രുവും ഗ്രീക്കും അല്ല, പുതിയ ഭാഷ, സ്നേഹത്തിന്റെ ഭാഷയത്. അതെന്താന്ന് കേൾക്കണ്ട നിങ്ങൾക്ക്? ഇതാ ഭാഷ, വളരെ എളുപ്പമാണ്, ഒത്തിരിയൊന്നുമില്ല, സാരയില്ല, ഓട്ടെ, വിട്ടുകളെ, മറന്നേക്ക്. ഇതാണ് പരിശുദ്ധാരൂപിയുടെ ഭാഷ. അല്ലാത്തവരുടെ ഭാഷ കാണിച്ചു തരാം. ചെവിയെ നുള്ളിക്കോ, വെച്ചിട്ടുണ്ട്. ഇവിടെ കോടതിയും പോലീസും ഉണ്ട്. ഈ ഭാഷ ആരുടെ ഭാഷയാ? ഈ ഭാഷ മാറും, പുതിയ ഭാഷ വരും. ഈ അപ്പം മുറിക്കാൻ നടക്കുന്നു എല്ലായിടത്തും. പക്ഷെ ഈ കാല് കഴുകുന്ന അരൂപി ഉണ്ടല്ലോ, ചെറുതാകാനും മുട്ടുമടക്കാനും വളയാനും ഒടിയാനും ആരുടെ മുമ്പിൽ? ഒറ്റിക്കൊടുക്കുമെന്ന് ഉറപ്പുള്ളവന്റെ മുമ്പിൽ, തള്ളിപ്പറയുമെന്ന് ഉറപ്പുള്ളവന്റെ മുമ്പിൽ. ഇതാണ് ആത്മീയത. നിങ്ങൾ ഇതുപോലെ പ്രവർത്തിക്കണം. 2 റബ്ബർ മരത്തിൻ്റെ വിലയാച്ച എൻ്റെ ജീവപര്യന്തം. ജീവപര്യന്തം തടവിന് വിധിച്ചേക്കുക. 5-8 വർഷമായി കിടക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഇതൊക്കെ പേപ്പറിൽ വന്നതെന്നൊക്കെ പറയുന്നതൊക്കെ സംഭവമൊക്കെ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന്, അതിൻ്റെ വ്യാഖ്യാനം പറയുന്ന കേട്ടോ, സംഭവം പറയുന്നത് കേട്ടോണേ. അതായത് 4 ഏക്കർ ഭൂമി വെച്ച് 2 മക്കൾക്ക് വിധിച്ചു കൊടുത്തു. അത്രയും സ്ഥലമുള്ളവരാണല്ലോ, റബ്ബർ തോട്ടാണ്. ഇപ്പോൾ റബ്ബറിന് വില, അന്നൊക്കെ വിലയുള്ള സമയം, ഇന്നിപ്പോൾ വിലയില്ല.
അങ്ങനെ ഈ റബ്ബർ ടാപ്പിംഗ് ആരംഭിച്ചു. രണ്ടുപേര് ചേട്ടൻ അനിയൻ റബ്ബർ ടാപ്പിംഗ് വളരെ സമാധാനപരമായിട്ട് ടാപ്പിംഗ് തുടങ്ങാൻ പോവാണ്. തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രണ്ട് പേരുടെ അതിർത്തി നിശ്ചയിക്കുന്ന ഒരു തൊണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, വെള്ളമൊക്കെ ഒഴുകുന്ന അല്ലെങ്കിൽ നടന്നു പോകുന്ന ഒരു തൊണ്ട് പോലെ ഇങ്ങനെയുണ്ട്. ഈ തൊണ്ടിൽ 2 റബ്ബർ മരം നിൽപ്പുണ്ടായിരുന്നു. അതും അത്യാവശ്യം വളർന്നു, ഇതുപോലെ ഇല്ലെങ്കിൽ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചേട്ടൻ വെട്ടി വന്നപ്പോൾ ആ റബ്ബർ മരത്തിൻ്റെ കൂടെ വെട്ടി. അത് അവൻ്റെ അല്ല, ഇവിടെ നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടോ നമ്മളങ്ങ് വെട്ടി. അപ്പം അനിയൻ ടാപ്പ് ചെയ്യുന്നപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ 2 റബ്ബർ അതാകും. അപ്പം അങ്ങനെ വെട്ടേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അത് അവൻ്റെ അല്ലെന്ന്. ഇയാൾ പാലെടുക്കാൻ വന്നപ്പോൾ ഈ അനിയൻ ഈ പാലുമായിട്ട് പോയി. അദ്ദേഹം വെട്ടി റബ്ബർ പാലൂടെ അദ്ദേഹം എടുത്തുകൊണ്ട് പോയി. അനിയൻ കൊണ്ടുപോയി. സ്വർണ്ണത്തിൻ്റെ പാലല്ലേ വീഴുന്നു, റബ്ബർ അല്ലേ മോഷിച്ചുകൊണ്ട് പോകാനൊക്കെ ആയിട്ട്. 2 ചിരട്ടയുള്ള പാലിൻ്റെ കാര്യം പറയുന്നതൊക്കെ. 4 ഏക്കറുള്ളവൻ. ഒരു ഭ്രാന്ത തലയ്ക്ക് കയറി പിടിക്കും ഈ ഭൂമി പലർക്കും. പിറ്റേ ദിവസം ചേട്ടൻ വെട്ടിയില്ല, അനിയൻ ടാപ്പ് ചെയ്ത്. അപ്പോൾ അനിയൻ വിചാരിച്ചു ചേട്ടൻ പെട്ടെന്ന് വിചാരിച്ചു. അനിയൻ ടാപ്പ് ചെയ്തിട്ട് പോയി. ചേട്ടൻ ന്യൂട്രൽ വന്ന് പാൽ കൊടുത്തുകൊണ്ട് പോയി. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഓരോ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം 2 പേരും ഒരുമിച്ച് തർക്കമായി. ഇത് വീതം വെച്ച് കൊടുത്ത അപ്പം ജീവിച്ചിരിപ്പില്ല. 2 റബ്ബർ മരത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തെറിയോ വഴക്കോ ഉന്തോ എന്തോ ആയി. വേറെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി പിന്നെ അറിഞ്ഞുകൂടെ. എന്തായാലും ഈ റബ്ബർ കത്തി ഉണ്ടായിരുന്നു അരയിൽ. അതെടുത്ത് അനുജൻ ചേട്ടൻ്റെ പാലക്കെട്ട് കുത്തങ്ങ് വെച്ച് കൊടുത്തു. ചെയ്യാൻ വേണ്ടി പോയതല്ല. എന്തോ പറഞ്ഞ് ദേഷ്യം വന്ന് വികാരങ്ങൾ അത് സ്ഫോടനമായി മാറി. എന്തോ അങ്ങനെ അവസാനിച്ചു. ഇപ്പം ജയിലിൽ കിടക്കുക. ചേട്ടൻ്റെ പണി തീർന്നു. 2 കുടുംബങ്ങൾ അനാഥമായി. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് നിങ്ങൾക്ക് ഉപദ്രവകരമായി തീരാതിരിക്കാൻ ഓരോരുത്തരും സൂക്ഷിച്ചുകൊള്ളുവിൻ. ഒരു ക്രിസ്ത്യാനി നിർബന്ധമായിട്ടും ചെയ്യേണ്ട 2ാമത്തെ കാര്യമാണ്, സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ്, ക്ഷമയുടെ അടയാളമാണ്. നമ്മളെപ്പോഴും മനസ്സിൽ വെക്കണം, ഇതാരാണ് ചെയ്തതെന്ന്, എന്താണ് ചെയ്തതെന്ന്. നമ്മൾ ആരാധിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു ദൈവം മനുഷ്യനായി, ആ ദൈവം വേറൊരു മനുഷ്യൻ്റെ, സൃഷ്ടിക്കപ്പെട്ടവരുടെ സൃഷ്ടാവ് സൃഷ്ടിയുടെ മുന്നിൽ മുട്ടുകുത്തി പാദം കഴുകുന്നു, ദാസൻ്റെ വസ്ത്രം ധരിച്ച്. ഈശോ പറഞ്ഞു, നിങ്ങളും ഇതുപോലെ ചെയ്യണം. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യാതെ ചിലത് കാണിച്ചത് കൊണ്ട് മാത്രം നമ്മൾ ആത്മീയരാകുമോ? അതായത് ചോദ്യം ഇതാണ്, നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവം, നമുക്കറിയാമെന്ന് കരുതുന്ന ഒരു ദൈവം, നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണെന്നൊരു ചിന്ത നമുക്കുണ്ട്, അങ്ങനെയുള്ളൊരു ദൈവം നമ്മളെ അറിയുമോ? അതാണ് ചോദ്യം. നമ്മൾ പറയുന്നു നിന്നോടാണ് പ്രാർത്ഥിച്ചത്, അതാണ് വചനം പറയുന്നത്, നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, പിശാചുക്കളെ പുറത്താക്കി. ഞാൻ നിന്നെ അറിയില്ല. ഇത് ഭീകരമായൊരവസ്ഥയാണെന്ന് ഓർത്തോണേ. നമ്മൾ ആരിൽ വിശ്വസിക്കുന്നുവോ, ആരോട് പ്രാർത്ഥിക്കുന്നുവോ, ആ വ്യക്തി നമ്മളെ അറിയില്ലെന്ന് പറഞ്ഞാലോ, അവനറിയണമെങ്കിൽ കണിശമായിട്ടും ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒരു പ്രവൃത്തിയുടെ മേഖലയുണ്ട്. ഭക്തിയൊക്കെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്നെയും കബളിപ്പിക്കാൻ പറ്റും. ഏത് ഈ ഭക്തിയും ആചാരങ്ങൾ കാണിച്ചുകൊണ്ടൊക്കെ. ഈ ചങ്കിൽ ക്രിസ്തു ഉണ്ടോ എന്നുള്ളത് തെളിയിക്കേണ്ടത് നമ്മൾ, സാക്ഷികളാകണ്ടേ. അല്ല, ആത്മീയത ഇത് പ്രായോഗികമായിട്ട് ജീവിക്കാൻ പറഞ്ഞ പുസ്തകമല്ല ഇതൊക്കെ. നമ്മൾ എന്തിനാ ഇതിനെ വെറുതെ എന്തോ ഒരു ഉട്ടോപ്യൻ ഐഡിയ പോലെ ആർക്കും ജീവിക്കാൻ പറ്റാത്തൊരു ആശയമാണോ ബൈബിൾ പറയുന്നതൊക്കെ? ഇത് പ്രായോഗികമായിട്ട് ജീവിക്കേണ്ട ചില കാര്യങ്ങളല്ലേ. അത് ഞാനും നിങ്ങൾ ജീവിക്കേണ്ടത് ഇതൊക്കെ. നമ്മളിതിനെ ആശയമായിട്ട് ആരെങ്കിലുമൊക്കെ ഏതോ നൂറ്റാണ്ടിൽ ഒരു 12ാം അസീസിയിൽ ഫ്രാൻസിസ് ജീവിച്ചു, അങ്ങനെ ഒരു ആശയമാണ് ഈ ബൈബിളിൽ പറയുന്നതൊക്കെ. ദിസ് ഹാസ് ടു ബി പ്രാക്ടിക്കൽ. ഇത് പ്രായോഗികമായിട്ട് ജീവിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്.
ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ ദൈവം തന്നെ മനുഷ്യനായിട്ട് പ്രായോഗികമായിട്ട് ഈ വചനത്തിന് ജീവൻ കൊടുത്തു. ഇത് സാധ്യമാണ്, ഇത് സാധിക്കും. അപ്പൊ നമ്മൾ ഇതിന്റെ പ്രായോഗികത മാറ്റി വെച്ചിട്ട് ഈ ഭക്തിയും ആചാരങ്ങളിലും ജീവിച്ചിട്ട് ദൈവം നമ്മളെ അറിയണം നിർബന്ധമില്ല. നമുക്ക് ദൈവത്തെ അറിയാതിരിക്കും. അത് വലിയൊരു കെണിയല്ലേ. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വലിയൊരു തമാശ ഉണ്ടാവുമെന്ന് പറയുന്നതൊക്കെ. എനിക്കിതിനെപ്പറ്റി ഉറപ്പൊന്നുമില്ല കേട്ടോ, ഞാൻ കേട്ട കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതായത് നമ്മൾ സ്വർഗത്തിലെത്തുമെന്ന് പ്രതീക്ഷിച്ചവരൊന്നും അവിടെ ഇല്ല. നമ്മൾ പ്രതീക്ഷിക്കാത്തവരെല്ലാവരും അവിടെ പലരും ഉണ്ട്. ഇതായിരിക്കും വലിയ തമാശ. അത് ഈ ഭൂമിയിൽ ചിലരുടെ ഭക്തിയും അവരുടെ എന്താ പറയുന്ന തീക്ഷ്ണത, അല്ലെങ്കിൽ ഈ ഷോയെ കാണുമ്പോൾ ഇതേപ്പത്തെ പോലെ ഭക്തിയുള്ള അല്ലെങ്കിൽ ദൈവാശ്രയത്വ ബോധമുള്ള നമ്മൾ കരുതുന്നവർ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകില്ല. അത് ഭയങ്കര ദുരന്തമല്ലേ. ഒരു കാലഘട്ടം മുഴുവനും ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചിട്ട് നീ എന്നെ അറിയാതെ പോയാലോ? നമ്മളറിയുന്ന ദൈവത്തെ നമ്മളെ അറിയുമോ ദൈവം? അതിന് കണിശമായിട്ടും ഒരു പ്രവൃത്തിയുടെ തലമുണ്ട്. ഇത് പ്രായോഗിക ശാസ്ത്രമാണ്, അപ്രായോഗികമല്ല. ഇത് ജീവിക്കേണ്ട ഒന്നാണ്. ഇത് പറയേണ്ടതും കേൾക്കേണ്ടതുമല്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഞാൻ പറയുമ്പോൾ എന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വചനം ഇരുതല വാള് പോലെ മൂർച്ചയെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുക നമ്മൾ പോകേണ്ട വഴികളെ പറ്റിയൊക്കെ. അതുകൊണ്ട് വ്യക്തമായ ഒരു ധാരണ നമുക്ക് വേണം. നമ്മൾ എന്താ ജീവിക്കേണ്ടത്, ഇതിൻ്റെ പ്രായോഗികത എന്നതാണ്, ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റി എന്നതാണ്. അങ്ങനെ സംഗതി ഉണ്ടോ ഇതിനകത്ത്? ഇതിങ്ങനെ വായിച്ചും കേട്ടും പറഞ്ഞു നടന്നാൽ മതിയോ? നമ്മൾ എന്ന് ജീവിക്കൂ? ഇത് ചിന്തിക്കണം. അവരാണ് ആത്മീയ മനുഷ്യരെന്ന് പറയുന്നത്. അതായത് ഇതൊരു അസ്ഥികൂടം പോലെയാണ്. അസ്ഥികൂടത്തിന് ഷേപ്പിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പേടി തോന്നും. അതിന് മാംസം കൊടുക്കുമ്പോഴാണ് രൂപമുണ്ട്. ഇപ്പം എൻ്റെ അസ്ഥി കൊണ്ടാൽ നിങ്ങൾ പേടിച്ചു പോകും. നിങ്ങളുടെ ആരുടെ കണ്ടാലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇവ ഇച്ചിരി ഉള്ള ഭംഗി ഇത്രയൊക്കെ ഉള്ളെങ്കിലും ഉള്ള ഭംഗിയൊക്കെ നമുക്ക് ഇച്ചിരി ഉള്ളത് അതിൽ കുറച്ച് മാംസമൊക്കെ ഉള്ളത് കൊണ്ടാണ്, മുടിയോ അല്ലെങ്കിൽ ദശയൊക്കെ ഉള്ളത് കൊണ്ടാണ്. ഈ സംഗതി ഈ വചനം എന്നുള്ളത് ഒരു അസ്ഥികൂടം പോലെയാണ്. ഇതിന് ആരെങ്കിലും ഇത് മാംസം ധരിക്കണ്ടേ, ഇത് ജീവിക്കണ്ടേ, പ്രായോഗികമാക്കണ്ടേ? ഈ അസ്ഥികൂടങ്ങൾ ചുമന്നു നടക്കുന്നു, പറഞ്ഞുകൊണ്ട് നടക്കുന്നു, എന്താ കാര്യമുള്ളത് പറയാം? അതിലൊക്കെ നമ്മൾ അഭിമാനം കൊള്ളുന്നുണ്ട്, ഒക്കെ നല്ലതാണ്. ഇതാരെങ്കിലും ജീവിക്കണം. ഇതൊരു പ്രായോഗിക ശാസ്ത്രമാണെന്ന് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്. ഇത് മുഴുവനും ജീവിക്കാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിനെപ്പറ്റി ഒരു വചനം അല്ലേ, ഒരു ഫ്രാൻസിസ് സേവ്യറുടെ പെരുന്നാളായിരുന്നു അല്ലേ, ഒരു വചനം ഉള്ളൂ. എന്നതാ, ലോകം മുഴുവൻ നേടിയാൽ ആത്മാവ് പോയ എന്താ ഒരൊറ്റ വചനം, അത് ചങ്കിക്കേറി, നമ്മുടെ ചെവി കയറും, ഇവിടെ ചങ്കിക്കേറി. ജോലി, അന്ന് പാരീസിൽ പഠിച്ച മനുഷ്യനാ, എല്ലാം ഉപേക്ഷിച്ച് ഓടി ഇവിടെ എത്തി കേരളത്തിൽ. അതാ ഞാൻ പറഞ്ഞത്, ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് പഴയതുപോലെ ആകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ വാക്കുകളൊക്കെ എത്ര അർത്ഥവത്താണ് സൗകര്യമായിരുന്നു. ഇത് കേട്ട സ്നേഹമുള്ളവരെ, ഇത് തുളച്ച് കയറുന്നതിനെ പറ്റി എപ്പോഴും വചനം പറയുന്നു, ചുമ്മാ കേൾക്കുന്നതിനെ പറ്റിയല്ല. ഇത് തുളച്ച് കയറും. ആ വാക്കുകൾ അങ്ങനെ പറയുന്നു വചനത്തെ പറ്റിയൊക്കെ, ഉള്ളിലേക്ക് വരണത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ പ്രായോഗികത എങ്ങനെയാണെന്നാണ് ഈശോ കാണിച്ചു തന്നത്, പറയുമല്ല കാണിച്ചു തന്നത്. ഞാനൊരു ദൈവമായിരുന്നിട്ടും മനുഷ്യൻ്റെ മുന്നിൽ മുട്ടുകുത്തിയെങ്കിൽ, പാദം കഴുകിയെങ്കിൽ, എൻ്റെ പിന്നാലെ വരുന്നവർ ഇതുപോലെ ചെയ്യണം. ഞാനും നിങ്ങളും പലരുടെയും മുമ്പിൽ, പ്രത്യേകിച്ച് ശത്രുവിൻ്റെ മുമ്പിൽ വളയാനും ഒടിയാനും ചെറുതാകാനും നമുക്ക് സാധിക്കണം. അതാണ് ആത്മീയ മനുഷ്യൻ്റെ രണ്ടാമത്തെ അടയാളം. നമ്മൾ ഈ ആരാധന എന്ന വാക്ക് പറയുന്നുണ്ട്, ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ചുമ്മാ നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റിൽ ആരാധന പറയുന്നത്, ഇപ്പം സിനിമാ നടന്മാരോട് ആരാധനയുള്ളവരൊക്കെ ഉണ്ട്. പിന്നെ ക്രിക്കറ്റ് താരങ്ങളെ ആരാധിക്കുന്നവരുണ്ട്, ഫുട്ബോൾ താരങ്ങളെ ആരാധിക്കുന്നവരുണ്ട്, സിനിമാ താരങ്ങളെ ആരാധിക്കുന്നവരുണ്ട്, ഇല്ല അങ്ങനെയൊക്കെ ഉണ്ട്. എന്താ ആരാധന? അതായത്
അവർക്ക് വേണ്ടി എന്തും ചെയ്യും. ഇവർ ഭ്രാന്താണ്. മുറി കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തം ഒട്ടിച്ചു വെച്ചേക്കുവാണ്. ഇവർക്ക് വേണ്ടി അസോസിയേഷൻസ് ഉണ്ട്. രാവും പകലും എന്തും ചെയ്യും. പോസ്റ്റ് ഒട്ടിക്കാനോ ജെണ്ട കൊട്ടാനോ വെളുപ്പിന് 4 മണിക്ക് ഷോ വെച്ച് കാണാനോ ഒക്കെ പൊക്കോളും. ഒരു ഭ്രാന്ത് അല്ലേ ആണ്. മനുഷ്യനോടാണ്, ദൈവത്തോടൊന്നുമല്ല. ആരാധന മൂത്ത് വരുന്നവരാണ്. അവർ പറയുന്ന എല്ലാം അച്ചട്ടായിട്ട് കേൾക്കും. അവർക്ക് വേണ്ടി എന്തും ചെയ്യും. അവരെപ്പറ്റി എന്തും വായിക്കും. അവരെപ്പറ്റി എന്തും പ്രചരിപ്പിക്കും. അവർ പറയുന്ന അച്ചട്ടായിട്ട് കേൾക്കും. ആരാധന. നമ്മൾ ആരെ ആരാധിക്കുന്നത്? ദൈവത്തെ ആരാധിക്കുന്നു. ഇതുപോലൊരു ആവേശം നമുക്ക് ദൈവത്തോടുണ്ടോ? അവൻ പറഞ്ഞ കാര്യങ്ങളോട്, അവൻ ചെയ്ത കാര്യങ്ങളോട് ദൈവത്തിൽ വിശ്വസിക്കുകയെന്ന് പറഞ്ഞാൽ 1 യോഹന്നാൻ 2:6 ഇങ്ങനെ പറയുന്നു, അവൻ നടന്ന വഴിയേ നടക്കുക എന്നാണ് അർത്ഥം. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവൻ നടന്ന വഴിയേ നടക്കുക. ഇവിടെ പ്രശ്നം. അവൻ നടന്ന വഴികളെ പറ്റിയാണ് പറയുന്നത്. ഇതാ ഒരു വഴി. മറ്റുള്ളവൻ്റെ മുമ്പിൽ ശരിയും ന്യായവും ശരിയും എൻ്റെ ഭാഗത്താണ്, നീതിയൊക്കെ. എന്നിട്ടും നമ്മൾ വളയാനും ഒടിയാനും ചെറുതാകാനും തയ്യാറാണ്. അതൊരു ആത്മീയ മനുഷ്യനെ പറ്റുള്ളൂ. നമ്മളിൽ എത്ര പേര് ആത്മീയരാണെന്ന് നെഞ്ചിൽ കൈവച്ച് ഓരോരുത്തരും ചോദിക്കട്ടെ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തണ്ട, വിധിക്കണ്ട. നമ്മുടെ ഉള്ളിൽ ഈ ദൈവം തന്നെയാണോ വസിക്കുന്നത്? പിന്നെ എന്തേ ഒന്ന് കുനിയാൻ പറ്റാത്ത? നമ്മുടെ ഭാഷ എന്തേ മാറാത്തത്? പരിശുദ്ധാരൂപി വന്നപ്പോൾ അവർ പുതിയ ഭാഷകൾ സംസാരിച്ചു. ഏത് ഭാഷ? ഹീബ്രുവും ഗ്രീക്കും അല്ല, പുതിയ ഭാഷ, സ്നേഹത്തിൻ്റെ ഭാഷയത്. അതെന്താണെന്ന് കേൾക്കണ്ട നിങ്ങൾക്ക്? ഇതാ ഭാഷ. വളരെ എളുപ്പമാണ്, ഒത്തിരിയൊന്നുമില്ല, സാരമില്ല, പോട്ടെ, വിട്ടുകളെ, മറന്നേക്ക്. ഇതാണ് പരിശുദ്ധാരൂപിയുടെ ഭാഷ. അല്ലാത്തവരുടെ ഭാഷ കാണിച്ചു തരാം. ചെവിയെ നുള്ളിക്കോ, വെച്ചിട്ടുണ്ട്. ഇവിടെ കോടതിയും പോലീസും ഉണ്ട്. ഈ ഭാഷ ആരുടെ ഭാഷയാ? ഈ ഭാഷ മാറും, പുതിയ ഭാഷ വരും. ഇതാണ് പരിശുദ്ധാരൂപി, ഇതാണ് അഭിഷേകം. പിന്നെ നമ്മൾ എന്താ ഈ അഭിഷേകത്തെ പറ്റി പറയുന്നൊക്കെ എനിക്കറിഞ്ഞുകൂടാ. എല്ലാവർക്കും അഭിഷേകമാണോ പറയുന്നൊക്കെ? എന്നിട്ട് ഭാഷ മാറുന്നുമില്ല. നമ്മളെന്ന് പഠിക്കും ഈ പുതിയ ഭാഷ? ശത്രുവിനോട്, വേദനിപ്പിച്ചവരോട്, ചതിക്കുന്നവരോട് പോട്ടെ, വിട്ടുകള. ഞാൻ മറന്നു, വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ ഇല്ല, ഞാൻ പ്രതികാരത്തിനില്ല. ഈ ഭാഷ നമ്മൾ എന്ന് പഠിക്കും? നമ്മൾ എന്ന് പറയും? പിതാവേ, അവരറിയുന്നില്ല എന്താണ് അവൻ ചെയ്യുന്നതെന്ന്, അവനോട് ക്ഷമിക്കണമേ. ഇതാണ് ആ പുതിയ ഭാഷ. യോഹന്നാന്റെ ഭാഷ മാറുന്നത് ഞാൻ പറഞ്ഞില്ലേ? കസേരയ്ക്ക് വേണ്ടി അമ്മയെ കൊണ്ട് പറയിപ്പിച്ചവനാ, അടുത്തും വലത്തും സഹോദരന്മാർക്ക് വേണ്ടി. തീയിറക്കി നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞവനാ, ദേഷ്യം വന്നിട്ട്, മനുഷ്യൻ്റെ അല്ലേ തിന്മ കണ്ടിട്ട്. ആ മനുഷ്യൻ്റെ ഭാഷ മാറിയത് കണ്ടോ? സ്നേഹം, അത് മാത്രം അവൻ്റെ ഭാഷ. നമ്മൾ എന്ന് അഭ്യസിക്കും ഈ ഭാഷ? ഇത് പഠിപ്പിക്കുന്ന അധ്യാപകന്റെ പേരാ പരിശുദ്ധാരൂപി. ഇതിന് പറയുന്ന, ഈ അനുഭവത്തിന് പറയുന്ന പേരാ അഭിഷേകം. അവരെപ്പറ്റി ഒരു പരാമർശമുണ്ട് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനത്തിൽ. 4 കാര്യങ്ങൾ അവിടെ പറയുന്നത്. 2:42 അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം. 1 പ്രബോധനം, 2 കൂട്ടായ്മ, 3 അപ്പം മുറിക്കൽ, 4 പ്രാർത്ഥന. വിശുദ്ധ കുർബാനയല്ലേ നമുക്ക് പ്രധാനപ്പെട്ടത്? ആദ്യം വിശുദ്ധ കുർബാനയൊക്കെയല്ലേ പറയേണ്ടത്? അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? കുർബാന 3-മത്, പ്രാർത്ഥന 4-മത്. ഇങ്ങനെയൊക്കെയാണോ ഒരു അപ്പോസ്തലൻ പഠിപ്പിക്കേണ്ടത്?
അതല്ല ഈ സുവിശേഷം പഠിപ്പിക്കുന്നത്. ഞാനിപ്പം യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചത് അല്ലേ, 13-ാം അധ്യായം നമ്മൾ വായിച്ചത്. സ്നേഹമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പ്രത്യേകതയുണ്ട്. അതിനകത്ത് ഈ അന്ത്യ അത്താഴത്തെപ്പറ്റി വിവരണം ഒന്നുമില്ല, അപ്പം വർഗീയ ശുശ്രൂഷയെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് യോഹന്നാൻ 3 സുവിശേഷത്തിലും ഈ അപ്പം മുറിക്കലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, എന്നാൽ യോഹന്നാൻ അതിനെപ്പറ്റി പരാമർശമില്ല. ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം യോഹന്നാൻ സ്കിപ്പ് ചെയ്ത് വിട്ടുകളഞ്ഞു അല്ലേ? എന്താ കാരണം? അല്ലെങ്കിൽ ഈ ലൂക്കായാണ് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം എഴുതിയതെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നതൊക്കെ. ഇപ്പം ലൂക്ക പോലും അവിടെ കൊണ്ടു വച്ചിരിക്കുന്നത് അപ്പം മുറിക്കൽ 3-മതായിരിക്കുന്നത്, പ്രബോധനം കൂട്ടായ്മ അപ്പം മുറിക്കൽ. നമുക്കാണ് ഏറ്റവും വലിയ പ്രാർത്ഥന അല്ലേ, നമ്മുടെ പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാന. യോഹന്നാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുമില്ല. എന്തൊരു അപ്പോസ്തലനാ! അതിനൊരു കാരണമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷമാണ് അവസാനം എഴുതപ്പെട്ട സുവിശേഷം. യോഹന്നാൻ ചെറുപ്പക്കാരനായിരുന്നു, നമുക്ക് ചരിത്രമൊക്കെ അറിയാം. ഒരു AD 70, 80, 90 ആയിരിക്കാം ഇത് എഴുതപ്പെട്ടതെന്നാണ് സഭാ പണ്ഡിതന്മാർ, ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ അർത്ഥം മാർക്കിൻ്റെ സുവിശേഷമാണ് ആദ്യം എഴുതിയത്, മർക്കോസിൻ്റെ സുവിശേഷം, പിന്നെ ലൂക്ക അല്ലെങ്കിൽ പറഞ്ഞ പോലെ മത്തായി, അങ്ങനെയാണ്. അവസാനമാണ് ഈ പറഞ്ഞ യോഹന്നാൻ്റെ സുവിശേഷം. അപ്പോൾ അത് 60, 70 പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ അപ്പം മുറിക്കൽ ശുശ്രൂഷ ആൾക്കാർക്കറിയാം. ഈ സുവിശേഷം ഇത് പ്രഘോഷിക്കപ്പെടുന്നുണ്ട്, ഈശോയുടെ അപ്പം മുറിക്കലിനെ പറ്റി. അത് ഒരു പ്രാക്ടീസ്, അതെല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന കാര്യമായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിലാണ് 1 കൊറിന്തോസിൽ പൗലോസ് ഒരു പഠനം നടത്തുന്നുണ്ട്. എന്നിട്ട് ഈ അത്താഴ വിരുന്നിനെ പറ്റി ഒരു പരാമർശം ഇങ്ങനെ പറയുന്നു. ഇത് കേട്ട യോഹന്നാൻ, അതിന് ശേഷമാണ്, പൗലോസ് എഴുതിയതിന് ശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം എഴുതുന്നത്. ഓർത്തോണം, ആദ്യം എഴുതപ്പെട്ടത് യോഹന്നാനല്ല, ആദ്യം എഴുതപ്പെട്ടത് പൗലോസിൻ്റെ ലേഖനമാണ്. അപ്പോൾ ഇത് കേട്ടിട്ടാണ് യോഹന്നാൻ സുവിശേഷം എഴുതുന്നത്, പിന്നീട് എഴുതുന്നത്. അപ്പം ഇതാണ് എൻ്റെ കോണ്ടെക്സ്റ്റ്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നില്ല. എന്തെന്നാൽ നിങ്ങളുടെ സമ്മേളനങ്ങൾ ഗുണത്തിനു പകരം ദോഷമാണ് ചെയ്യുന്നത്. ഒന്നാമത്, നിങ്ങൾ സഭയായി സമ്മേളിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുകളുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. അതായത് ഭിന്നിപ്പ്, സ്പ്ലിറ്റ്, വിഘടനമുണ്ട്. അവർ ഒരുമിച്ച് വന്ന് അന്ത്യത്താഴം ഓർമ്മിപ്പിക്കുക, അതിൻ്റെ ഓർമ്മ ആചരണമായിട്ട് അവർ അപ്പം മുറിച്ച് കഴിക്കുകയാണ്. അത് ശരിയല്ല എന്ന് പൗലോസ് അവരെ പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ട്, നിങ്ങളുടെ ഇടയിൽ വിഘടനമുണ്ട്, നിങ്ങളുടെ ഇടയിൽ നിങ്ങളെ ഒരുമിപ്പിക്കുന്ന സ്നേഹമില്ല. പിന്നെ നിങ്ങൾ എന്തിനാ ബലി അർപ്പിക്കുന്നത്? നമ്മൾ ഈ വിശുദ്ധ ബലി ആരംഭിക്കുന്നത് എങ്ങനെയാ? പെസഹ തിരുനാളിൽ. അത് ശരിക്കും പറഞ്ഞാൽ ബലിയുടെ ഒരു ഭാഗമല്ല, അതൊരു ആമുഖമാണ്. ഈശോയുടെ ജനനവും ജീവിതവും മരണവും ഉത്ഥാനമാണല്ലോ വിശുദ്ധ ബലി. ഈശോ ജനിക്കുന്ന എവിടെയാണ്? കുർബാനയിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് പാടുമ്പോൾ അതെന്താ? മലാഹമാർ പാടിയതാ പുൽക്കൂട്ടിൽ ഉണ്ണിയേശു ജനിച്ചപ്പോൾ. നമ്മൾ അവിടെ തൊട്ടാണ് കുർബാന ആരംഭിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് ഒരു 8 ലൈൻ സഭ ഓർമ്മപ്പെടുത്തിയ ഒരു ആമുഖം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ. ഒരുമയില്ലാത്തൊരു ബലി അർപ്പിക്കരുത്. അടുത്തത്, അനുരഞ്ജിതരായി തീർന്നിടാം. അനുരഞ്ജിതരാകണം. ഇത് സ്നേഹത്തിൻ്റെ ബലിയാ, സ്നേഹത്തിന് വേണ്ടി ജീവൻ കൊടുത്തതിൻ്റെ ഓർമ്മയാ. ഇത് കാല് കഴുകിയതിൻ്റെ ഓർമ്മയാ. ദൈവം മനുഷ്യൻ്റെ മുന്നിൽ മുട്ടുകുത്തിയതിൻ്റെ ഓർമ്മയാ. അതങ്ങനെ അനുരഞ്ജിതരാകാതെ ഈ ബലി അർത്ഥവത്താകില്ല. അത് ആചാരമാണ്, അനുഷ്ഠാനമാണ്, ഭക്തിയോടെ കൂടാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആത്മീയരല്ല നിങ്ങൾ, ആത്മീയരാകില്ല. എത്ര വ്യക്തമായിട്ടാണ് പൗലോസിയെ പഠിപ്പിക്കുന്നതും സഭ ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും. അതുകൊണ്ട് യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോൾ യോഹന്നാന് മനസ്സിലായി ഈ അപ്പം മുറിക്കാൻ നടക്കുന്നു എല്ലായിടത്തും. പക്ഷെ ഈ കാല് കഴുകുന്ന അരൂപിയുണ്ടല്ലോ, ചെറുതാകാനും മുട്ടുമടക്കാനും വളയാനും ഒടിയാനും ആരുടെ മുമ്പിൽ? ഒറ്റിക്കൊടുക്കുമെന്ന് ഉറപ്പുള്ളവൻ്റെ മുമ്പിൽ, തള്ളിപ്പറയുമെന്ന് ഉറപ്പുള്ളവൻ്റെ മുമ്പിൽ. ഇതാണ് ആത്മീയത. നിങ്ങൾ ഇതുപോലെ പ്രവർത്തിക്കണം. ഇത് കഴിഞ്ഞിട്ട് ഉടനെ പിന്നെ പഠിപ്പിക്കുന്നതാണ് പ്രമാണം, കൽപ്പന. പിന്നെ പഠിപ്പിക്കുന്നത് 13-ാം അധ്യായം അവസാനിക്കുന്ന അങ്ങനെയാണ്. ഇതിന് ശേഷം ഈശോ ഒരു കൽപ്പന പഠിപ്പിക്കുകയാണ്. ഞാനൊരു കൽപ്പന തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം.
നിങ്ങളുടെ സ്നേഹം കണ്ടിട്ട് മനുഷ്യർ നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെന്ന് അറിയണം. അപ്പം ആ 4 പ്രബോധനമാണ് ഒന്നാമത്തത്. പ്രബോധനം ഇപ്പം നമ്മൾ കേട്ടു. പൗലോസ് ഇതിനെപ്പറ്റി വീണ്ടും വ്യാഖ്യാനിക്കുന്നുണ്ട് അല്ലേ? ഗലാത്യരുടെ ലേഖനത്തിൽ 14-ാമത്തെ വാക്യത്തിൽ സ്നേഹം ആണ് എല്ലാത്തിൻ്റെയും പൂർണ്ണത, എല്ലാ നിയമങ്ങളുടെയും പൂർണ്ണ സ്നേഹമാണെന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഈശോയുടെ അതാണ് പ്രബോധനം. നമ്മൾ ആദ്യം കേൾക്കേണ്ടത് പ്രബോധനമാണ്. എങ്ങനെയാണ് വിശ്വാസം ഉണ്ടായത് മനുഷ്യർക്ക്? ആദ്യം കേട്ടത് സത്യദൈവം ആരാണ്, ദൈവം എന്താ പഠിപ്പിക്കുന്നത്, എന്താണ് ഈ സുവിശേഷം എന്ന് കേട്ടു. ആദ്യം പ്രബോധനം ഉൾക്കൊണ്ടു. പ്രബോധനം കേട്ടപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യണം. നിങ്ങൾ ഒരു മനസ്സും ഒരു ഹൃദയമുള്ളവരായി. അവരെപ്പറ്റി പറയുന്നത് അങ്ങനെയാണ്. പിന്നീട് അപ്പം നമ്മൾ ഈ സത്യപ്രബോധനം കേൾക്കുന്നവരാണോ? പ്രബോധനം കേട്ട് കഴിയുമ്പോൾ ഉണ്ടായത് എന്താണെന്നറിയോ? കൂട്ടായ്മയാണ്. അവരെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഒരു മനസ്സ്, ഒരു ഹൃദയം. അവരെ ഒരുമിപ്പിച്ചവൻ്റെ പേരാണ് ക്രിസ്തു. നിങ്ങൾ പരസ്പരം സ്നേഹിച്ചാൽ നിങ്ങളുടെ ഇടയിൽ ഞാൻ വസിക്കും. 1 യോഹന്നാൻ 4:12 നമ്മൾ വായിക്കുന്നത്. നിങ്ങളുടെ ഇടയിൽ ഞാൻ വസിക്കും. അവർ അപ്പം മുറിക്കട്ടെ, അവിടെ ക്രിസ്തു ഉള്ളൂ. അപ്പോൾ കുടുംബത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വൈരാഗ്യവും വാശിയും ഉള്ളിരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ബലിയർപ്പിക്കാൻ പറ്റുന്നത്? ഭക്തിയോടെ ബലിയിൽ പങ്കെടുക്കാം, പക്ഷെ ആത്മീയമായിട്ടൊന്നും ഉണർവുണ്ടാകില്ല. നമ്മളീ പറയുന്നത് കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്ന ആചാരത്തെ പറ്റിയല്ല. ആചാരാനുഷ്ഠാനങ്ങൾ പലതും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തോരം ആചാരങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ എന്തോരം ആചാരങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഒരു 50 കൊല്ലം കഴിഞ്ഞ പകുതി ഉണ്ടാകില്ല. ദേശമനുസരിച്ച് കാലങ്ങൾ മാറുമ്പോൾ ആചാരങ്ങൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ കൽപ്പന അത് അന്നും ഇന്നും എന്നും ഒന്നായിരിക്കും. കൽപ്പന അത് ഒന്നേ ഉള്ളൂ. ആചാരങ്ങൾ ഒത്തിരിയുണ്ട്. ചില ആചാരങ്ങൾ എനിക്ക് വേണോ വേണ്ടോ തീരുമാനിക്കാം. ഇപ്പൊ നോയമ്പ് നോക്കുന്നത് സഭയുടെ കാനനീയം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇറ്റ് ഈസ് റിക്കമെൻഡഡ്, നല്ലതാണ്, അല്ലാതെ നിർബന്ധമായിട്ട് പറയുന്നൊന്നുമില്ല. വെള്ളിയാഴ്ച ഇറച്ചി കൂട്ടരുന്നുള്ളത് ഒബ്ലിഗേറ്ററി, അതൊരു നമുക്ക് കടമയുണ്ട്. പക്ഷേ നിങ്ങൾ ഏത് ആചാരം എടുത്തോ, നിങ്ങൾക്ക് എണ്ണ ഒഴിക്കാൻ പോകണമെന്നോ വേണ്ടിക്കോ, നിങ്ങൾക്ക് യു ഹാവ് എ ചോയ്സ്. നിങ്ങൾക്ക് വേണോ വേണ്ടോ തീരുമാനിക്കാം. പക്ഷെ കൽപ്പന അങ്ങനെയല്ല. നമ്മൾ സംസാരിക്കുന്നത് കൽപ്പനയെ പറ്റിയാണ്. അതാണ് പ്രബോധനം. അപ്പം എന്താ? കൂട്ടായ്മ ഉണ്ടായി. അതായത് പിശാച് എന്ന വാക്കിന് നമുക്കറിയാം, നമ്മൾ സാധാരണ പറയുന്ന വാക്ക് സൈറ്റൻ എന്നാണ്. അതിൻ്റെ വേറൊരു വാക്കാണ് ഡീമൻ എന്ന് പറയും. ഈ ഡീമൻ എന്ന വാക്ക് വരുന്ന ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ്, ഡെമോളിസ്. നമ്മളതൊക്കെ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. ഈ റൂട്ട്, ഇതിൻ്റെ അടിസ്ഥാനം, ആ വാക്കിനർത്ഥം ടു സ്പ്ലിറ്റ് എന്ന, പിശാച് എന്ന വാക്കിൻ്റെ അർത്ഥം വിഘടിപ്പിക്കുന്നവൻ എന്നർത്ഥം. ഓർത്തോണേ, വിഘടിപ്പിക്കുന്നവൻ. അതായത് വചനം പറയുന്നു, 2-3 പേര് എൻ്റെ നാമത്തിൽ ഒരുമിച്ച് വന്നാൽ ഞാൻ അവരുടെ ഇടയിൽ വസിക്കും. ദൈവം വസിക്കാൻ പാടില്ല. എന്താ ചെയ്യണമെന്നറിയോ? 3 പേരെ 3 ആക്കുക. നിങ്ങൾ നോക്കിക്കോ, ഏത് നല്ല കാര്യം ചെയ്യാൻ പോയാലും 2 അഭിപ്രായം. സ്പ്ലിറ്റാ, വിഘടിപ്പിക്കുക. പിന്നെ അഭിഷേകം ഉണ്ടാവുമോ? പിശാച് അന്നും ഇന്നും ഉപയോഗിക്കുന്ന ഒരേ ആയുധമാണ്. ഇപ്പോൾ കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് നിൽക്കുന്നു, ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട്, മനസ്സും ശരീരവും അല്ലെങ്കിൽ പ്രാർത്ഥനയിലൊക്കെ. കൃപയാ, ഒരു ഇടവകയിൽ കൂട്ടായ്മയിൽ നിൽക്കുന്നു. അല്ലെങ്കിൽ ചെറിയ ചെറിയ കൂട്ടായ്മകളുണ്ട്, 10-12 വീടേ ഉള്ളൂ. അവിടെ പോലും 2 ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് എന്നതായി പറയും. പിന്നെ എന്താ ആത്മീയം നമ്മൾ പറയുന്നതൊക്കെ? പിന്നെ എന്നതായി കൂട്ടായ്മ? 2 ഗ്രൂപ്പാണ്. പിന്നെ എന്നതാ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് അർത്ഥമാക്കുക? നീ അറിയാൻ വേണ്ടി ചോദിക്കുക. അത് എന്തിൻ്റെ എല്ലാം പേരിലാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ സ്പ്ലിറ്റ് ഇങ്ങനെ അത് വിഘടിപ്പിച്ച് പിശാച് ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇടമുണ്ടാക്കില്ല. ഇതാണ് സംഭവിക്കുന്നത്. അന്ന് ഇന്നും ഒരേ ട്രിക്കാണ്. നമ്മൾ വീണു പോവുകയാണ്. കാരണം വചനത്ത്, അല്ലെങ്കിൽ വചനം അവിടെ സംഭവിക്കും. കാരണം അവർ ഒരുമിച്ച് നിൽക്കുക, അവിടെ അഭിഷേകമുണ്ട്, ഞാൻ ഇടയിൽ വസിക്കും. ദൈവം വസിക്കാതിരിക്കണമെങ്കിൽ വേറെ ഇതോളം വഴിയുള്ളൂ. എന്തിൻ്റെ എല്ലാം പേരിലാണ് വിഘടനങ്ങൾ അല്ലേ? നമുക്കറിയാമല്ലോ. 4 പേര് ഒരുമിച്ച് വന്ന 3 അഭിപ്രായവും 2 ഗ്രൂപ്പുമാണ്. ഒന്ന് വിട്ടുകൊടുക്കുക,
ഒന്ന് വളയാനും ഓടിയാനൊക്കെ ഒന്ന് സന്നദ്ധ കാണിക്കുക. ഈ പറഞ്ഞ ഭാഷയില്ലേ, പോട്ടെ, സാരയില്ല. ഈ അധ്യാപകൻ നമ്മൾ ഈ ഭാഷ പഠിപ്പിക്കുന്നില്ലല്ലോ, പരിശുദ്ധാരികൾ അധ്യാപകൻ. നമ്മളിങ്ങനെ ഭക്തരും വിശ്വാസികളുമായ പോരെന്നേ, പരിശുദ്ധാത്മാവാകുന്ന അധ്യാപകൻ നിർബന്ധമായിട്ടും നമ്മളെ പഠിപ്പിക്കുന്ന ഈ സ്നേഹത്തിൻ്റെ ഭാഷ നമ്മൾ എന്ന് പഠിക്കും? ഇതാ പ്രശ്നം. കാരണം അവിടെ നമുക്ക് നമ്മുടെ അഹവും ഈഗോയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് വചനമൊക്കെ നമ്മൾ ആഴത്തിൽ വീണ്ടും വീണ്ടും വായിക്കണം. നമുക്ക് ഒരു ദൈവം അപ്പോൾ അതിൻ്റെ ഓരോരോ ഘട്ടങ്ങൾ കണ്ടോ. ഇരുന്ന കസേരയിൽ നിന്നും എണീറ്റു, മേലങ്കി മാറ്റി, മുട്ട് കുത്തി, ഓരോന്നിനും അർത്ഥങ്ങളുണ്ട്. ഓരോരുത്തരും ഇരിക്കുന്ന ഓരോ അകത്തിൻ്റെ കസേരകളുണ്ട്. ഞാൻ അച്ഛനല്ലേ, അല്ലെങ്കിൽ ഞാൻ അപ്പനല്ലേ, ഞാൻ അതാണ് ഇതാണ്, ഓരോരുത്തരും കസേര ഇരിപ്പുണ്ട്. എണീക്കാൻ പഠിപ്പിക്കുന്നവനാ ക്രിസ്തു. നമ്മൾ ആരാധിക്കുന്നവൻ എണീക്കാമെങ്കിൽ നമ്മൾ അതിൻ്റെ മുമ്പിൽ നമ്മളാരാ അവൻ്റെ മുമ്പിൽ? ഈ അഹമാവർശനം, മേലങ്കി, ഇതൊരു മേലങ്കിയാ, ഒരു സന്യാസിയുടെ മേലങ്കിയാ. ഇത് ഞാൻ മാറ്റി വെക്കേണ്ടി വരും. ഞാൻ അച്ഛനാന്ന് കരുതി, അല്ലെങ്കിൽ ഇന്ന ആളാന്ന് കരുതി പോരാ, ഞാൻ മുട്ടുമടക്കേണ്ടി വരും. ഈ മേലങ്കി മാറ്റണം. അതാ ക്രിസ്തു കാണിച്ചത് മാതൃക. നമുക്കെല്ലാവർക്കും ഓരോ മേലങ്കികളുണ്ട്, ഓരോ കസേരകളുണ്ട്. നമ്മൾ എന്തൊക്കെയാണെന്നുള്ള ഭാവം അതൊക്കെയാണ് അതിൻ്റെ. എണീക്കുകയല്ലത് എന്ന്, ഇങ്ങോട്ട് വരട്ടെ, ഞാനല്ലല്ലോ, നീതി എൻ്റെ ഭാഗത്തല്ലേ, ശരി എൻ്റെ ഭാഗത്തല്ലേ, പിന്നെ ഞാനിതിന് അങ്ങോട്ട് പോകുന്നത്. നമ്മൾ ദൈവത്തെ അറിയാത്തതുകൊണ്ടാണെന്നേ. നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് അങ്ങോട്ട് പോയതല്ല, ദൈവം നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നതല്ലേ. നമ്മൾ ഈ പ്രായോഗിക ശാസ്ത്രം എനിക്ക് തോന്നുന്നു മറന്നു പോകുന്നുണ്ട്. അപ്പം പിശാച് ഇങ്ങനെ വിഘടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇനി മൂന്നാമതാണ് അപ്പം മുറിക്കൽ. അതായത് ഒരു മനസ്സ് ഒരു ഹൃദയം ഉള്ളവരെ ഈ അപ്പം മുറിക്കാവുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പം മുറിക്കലിനെ പറ്റി പരാമർശിക്കാത്ത. യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോൾ എല്ലായിടത്തും അപ്പം മുറിക്കൽ നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഇഷ്ടംപോലെ പ്രബോധനം ഉണ്ടല്ലോ. ലൂക്കായിലുണ്ട്, മാത്യുവിലുണ്ട്, മർക്കോസിലുണ്ട്. പക്ഷേ അരൂപിയെപ്പറ്റി പറയുന്നില്ല. അപ്പം മുറിച്ചാൽ മതി, ഒരുമിച്ച് വന്ന് അപ്പം മുറിച്ചാൽ മതി, സന്തോഷമായി. ഇത് മുറിക്കുന്നവർക്കൊരു അരൂപി വേണം, അവർ സ്നേഹത്തിലായിരിക്കണം. അതുകൊണ്ടാണ് അതിന് പകരം യോഹന്നാൻ ഈ പാഠം പഠിപ്പിക്കുന്നത്. കാല് കഴുകുന്ന, മുട്ടുമടക്കുന്ന, ഒടിയുന്ന, വളയുന്ന, ചെറുതാകുന്ന ഈ പ്രായോഗിക ശാസ്ത്രം. എന്നിട്ട് അവൻ സ്നേഹത്തിൻ്റെ പ്രമാണം നമ്മളെ പഠിപ്പിച്ചു. അങ്ങനെ അത് അവസാനിക്കുന്നത്. എളുപ്പമല്ല. അത് ദൈവിക മനുഷ്യനെ പറ്റുള്ളൂ. ഞാൻ പറയുകയാണ്, നമ്മുടെ കഴിവുകൊണ്ടൊന്നും പറ്റില്ല. കാരണം നമുക്ക് നമ്മുടെ ബുദ്ധിയും യുക്തിയും ന്യായീകരണങ്ങളും വരും, 100 കണക്കിന് വരും. മനസ്സിലായോ? ഇത് തോൽപ്പിച്ചവൻ്റെ സുവിശേഷമല്ല കേട്ടോ, തോറ്റുകൊടുത്തവൻ്റെ സുവിശേഷമാണ്. നമ്മൾ പലരും നിഗളിക്കുന്നുണ്ടേ, അവനെ ഒതുക്കി തീർത്തു, പാഠം പഠിപ്പിച്ചു എന്നൊക്കെ. നിങ്ങൾ ഏത് സുവിശേഷമാണ് പറയുന്നത്? നിങ്ങൾ ഏത് ദൈവത്തെ പറ്റിയാണ് പറയുന്നതൊക്കെ? നിങ്ങൾ തമ്പുരാൻ്റെ 5 അയൽപക്കത്തോടെ പോയിട്ടില്ല. പിന്നെ ചുമ്മാ പേര് തോമസാന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ജോസാന്നേ ഉള്ളൂ. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, സുവിശേഷ പ്രബോധനം അറിയില്ല. നിങ്ങൾ തോപ്പിച്ചെന്നേ. ആ ഭാഷ ക്രിസ്ത്യാനിയുടെ ഭാഷയല്ല. ഇത് തോറ്റവന്റെ സുവിശേഷമാണ്. ആർക്ക്? ഒരു ദൈവം മനുഷ്യന്റെ മുമ്പിലേ തോറ്റതിന്റെ സുവിശേഷം. ഇതാണ് ആത്മീയ മനുഷ്യരെന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾ പറയാം, നമുക്ക് ഭക്തി മതിയോ, അതോ നമ്മൾ ആത്മീയ മനുഷ്യരാകണോ? എങ്കിൽ വചനം വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. ഒരുവനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ 1 യോഹന്നാൻ 2:6, അവൻ നടന്ന വഴിയെ നമ്മൾ നടക്കണം. അവൻ നടന്ന വഴിയെപ്പറ്റി നമ്മൾ വായിക്കുന്നത്. വഴിയത് ഇത് രക്ഷയുടെ വഴിയാണ്, സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ഇടുങ്ങിയതാണ്, സമ്മതിച്ചു. പഴയ നിയമത്തിൽ ജോസഫാണ് നമുക്ക് ഈ കാര്യത്തിൽ എപ്പോഴും ഒരു പ്രചോദനം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമാണ് ജോസഫ്. ജോസഫിനെ പറ്റിയുള്ള ചില പരാമർശങ്ങളൊക്കെ മനോഹരമാണ്. അതായത് ആത്മീയ മനുഷ്യന് ഒരിക്കലും
അവന് തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവൻ പരാജയപ്പെടേണ്ടി വരില്ല ജീവിതത്തിൽ. ഞാൻ ജോസഫിനെ പറ്റി ഒരു പരാമർശം നിങ്ങളോട് പറയാം. അതായത് ജോസഫ് നമുക്കറിയാം ജയിലിൽ കടന്നവനാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഗോതമ്പുണ്ട അല്ലേ, ഇന്നിപ്പോൾ ചപ്പാത്തിയൊക്കെ ആയെന്നെ കേട്ടെ. പണ്ട് ഈ ജയിലിൽ അങ്ങനെ ഒരു ഭാഷ തന്നെയുണ്ട്, ഗോതമ്പുണ്ട തിന്നണോ എന്ന് ചോദിച്ചാൽ ജയിലിൽ പോകണമെന്ന് അർത്ഥം. അപ്പോൾ അതങ്ങനെ ഒരു ഭാഷയുണ്ട്. അപ്പം അന്നും ഈ ഗോതമ്പുണ്ടയാണ് ജയിലിൽ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ജോസഫ് ജയിലിൽ കടന്നു ഫോർ നോ റീസൺ. ഒരു കുറ്റം ചെയ്യാഞ്ഞിട്ട് പോലും ജയിലിൽ കിടക്കേണ്ടി വന്നു. അറിയാം സംഭവമൊക്കെ, ഞാൻ ഇതിലേക്കൊന്നും പോകുന്നില്ല. അപ്പം തീർച്ചയായിട്ടും ജോസഫ് അവിടെ കടന്ന് അല്ലേ വയറ് നിറച്ചൊരു ഭക്ഷണം കിട്ടാൻ, അല്ലെങ്കിൽ ഒരു ഗോതമ്പുണ്ടയും കൂടെ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടാവും. ജോസഫ് ഒരു കുറ്റം ചെയ്യാത്തവനാണ്, നീതിമാനാണ്. എന്നിട്ടും ഓർത്തോണേ, ആ ജോസഫിനെ പറ്റി ഇങ്ങനൊരു പരാമർശം നമ്മൾ വീണ്ടും വായിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 41-49 ഇങ്ങനെ വായിക്കുന്നു: കടൽക്കരയിലെ മണല് പോലെ കണക്കറ്റ ധാന്യം ജോസഫ് ശേഖരിച്ചു വെച്ചു. അത് അളക്കാൻ വയ്യാത്തത് കൊണ്ട് അവൻ അളവ് നിർത്തി. ഒരു കാലഘട്ടത്തിൽ അല്ലെ ഒരു പിടി ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന ഒരു ഗോതമ്പുണ്ട തിന്നാൻ കൊതിച്ചവൻ അതേ ജോസഫ് ഇന്ന് ഗോതമ്പളന്നളന്ന് മടുത്തു, കടലിലെ മണൽത്തരി പോലെ. ഇതാണ് ക്ഷമിക്കുന്നവൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുക്കുന്ന കൃപയുടെ അഭിഷേകം. ഇതാണ് ദൈവം ഒരുക്കുന്നൊരു വിരുന്ന്. നമുക്ക് വേണ്ടി വിരുന്നൊരുക്കുക. എന്തിൻ്റെ എല്ലാം പേരിലാണ് നോക്കിക്കേ. അല്ല, ഞാൻ ഓർക്കാൻ ഈ മണ്ണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്വത്ത് എന്നതാന്നേ. 5 ഏക്കറിൽ 2 സെൻറ്റ് ഭൂമി ചോദിച്ചു. ഇയാൾ നാളെ അറ്റാക്കൊന്ന് മരിച്ചു പോകാം അല്ലേ? ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ പറയുന്നതൊക്കെ. ഞാൻ അടക്കമുള്ളവർ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ ഞാൻ ഉണ്ടാവില്ലെന്ന് ആർക്കറിയാം? എല്ലാം ഒരു കാരണത്തിൻ്റെ പുറത്ത് പോകും. ഞാൻ ഈ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു ഓർത്തോ ഡോക്ടർ എന്നോട് പറയുമായിരുന്നു, ഞാൻ ഈ തമ്പുരാൻ്റെ കരുണയെപ്പറ്റി ചിന്തിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഓർക്കുക. അതായത് നമ്മളൊക്കെ ഔദാര്യം കൊണ്ട് ജീവിച്ചു പോകുന്നവരോട്ടോ, അതൊന്നും മറക്കരുത്. എപ്പോഴും നമ്മൾ എന്തൊക്കെയാണ് ചുമ്മാ ചിന്തിക്കുന്നതാണ്. ഇപ്പം ഇന്ന് എന്തായിരുന്നു നേരത്തെ പറഞ്ഞിരുന്ന കാലാവസ്ഥയൊക്കെ? എന്തോ ഒരു ദൈവകൃപ, കുറേ മനുഷ്യർ പ്രാർത്ഥന കാണാം, അത് മാറിപ്പോയി. ഏതായാലും അപകടം ഉണ്ടായില്ല. എപ്പോഴാണ് കരുണയില്ലാത്ത ദൈവത്തിൻ്റെ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം പറയുകയാണ് വെച്ചാൽ, ഒരു വർഷം ഒരു 500 കേസുകൾ ഈ കാലൊടിഞ്ഞോ കൈയൊടിഞ്ഞോ വരുന്നത് ഈ ടോയ്ലറ്റിൽ പോകുന്നവർ, പല്ല് തേക്കാൻ പോയോ അല്ലെങ്കിൽ മൂത്രമൊഴിക്കാൻ പോകുന്നവരോ ടോയ്ലറ്റിൽ തെന്നി വീണ്ടും വരുന്നവരാണെന്ന്. വേറെ ഒത്തിരി കേസ് വേറെ വണ്ടി ഇടിച്ച് പടയാ. ഒരു 500 കേസുകൾ ഇത് തന്നെ ഉണ്ടെന്നൊരു വർഷം. അത് മുറിക്കകത്ത് ചുമ്മാ ടൈൽസേലോ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയപ്പോൾ വീഴുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാരും വരുന്നത്. അങ്ങനത്തെ കേസ് മിനിമം ഒരു കൊല്ലം 500 കേസ് മെഡിക്കൽ. ഇതൊരു ഓർത്തോ ഡോക്ടറാണ് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഓർക്കുമായിരുന്നു. അതായത് എല്ലാ ദിവസവും ഒരു 4 പ്രാവശ്യം 5 പ്രാവശ്യം നമ്മൾ ടോയ്ലറ്റിൽ പോകും. എന്താ പറയുക, ഇപ്പം ഞാൻ മുഖം കഴുകാൻ വാഷ് ബേസിൻ അവിടെയാണ്, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കണം, അല്ലെങ്കിൽ പല്ല് അങ്ങനെയൊക്കെ നമ്മൾ പോകുന്നുണ്ട്. ഒരു കപ്പ് വെള്ളം അവിടെ കടന്ന് പോയാൽ തീരുന്ന കേസേ ഉള്ളൂ. നമ്മൾ വാതിലടച്ചിട്ട് അത് സഹായിക്കാൻ പോലും പറ്റില്ല. എവിടെയാണ് നമ്മൾ ഈ കരുണ അനുഭവിക്കാത്തത്? നമ്മൾ ചിന്തിക്കാനുള്ളതൊക്കെ. ഇങ്ങനെ കരുണപ്പുറത്തും ദൈവത്തിൻ്റെ ഔദാര്യത്തിന് പുറത്ത് ജീവിച്ചു പോകുന്ന നമ്മൾ അറിവില്ലായ്മ കൊണ്ടല്ലേ ഇങ്ങനെ കാണിക്കുന്നതൊക്കെ, ഈ ഔദാര്യം കാണിക്കാത്തത്. അതായത് കടൽ പോലെ കരുണ സ്വീകരിച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ ഇച്ചിരി വെള്ളം കോരി കൊടുക്കാൻ പറയുമ്പം കാണിക്കുന്ന ഈ മടിയുണ്ടല്ലോ, ഈ ഹുങ്കുണ്ടല്ലോ, ഈ സമ്പത്ത് എന്നൊക്കെ പറഞ്ഞാലേ നമ്മൾ ആരും ജനിച്ചപ്പോൾ കൊണ്ടുവന്നല്ലോ. കയ്യിലുള്ളതൊക്കെ അല്ലേ ദൈവം ആരോഗ്യം തന്നുകൊണ്ടല്ലേ എല്ലാം ഉണ്ടായതൊക്കെ. പത്തായം നിറഞ്ഞപ്പോൾ ആ മനുഷ്യൻ കിടന്ന് അഹങ്കരിക്കുന്നുണ്ട്, ഇനിയൊരു ചുക്ക് സംഭവിക്കില്ലെന്നൊക്കെ. ഈ ആരോഗ്യം കൊടുത്ത ദൈവമല്ലേ, കാലാവസ്ഥ കൊടുത്ത ദൈവമല്ലേ അധ്വാനിക്കാനൊക്കെ ആയിട്ട്. നമുക്ക് ഉണ്ടെന്ന് കരുതുന്നതൊക്കെ ദൈവത്തിൻ്റെ ഔദാര്യമോ കരുണയല്ലേ. എന്നിട്ട് കടലുപോലെ സ്വീകരിച്ചിട്ട് അല്ലേ ഒരു സ്പൂണിലോ ഒരു ഗ്ലാസ്സിലോ ഒന്ന് കോരി കൊടുക്കാൻ, ഒരു കരുണ കാണിക്കാൻ പറയുമ്പോൾ നമുക്ക് അറിവില്ലായ്മ കൊണ്ടാണെന്ന് ഇതൊക്കെ. ഞാനിവിടെ നിൽക്കുന്നു, നിങ്ങളിത് ഇരിക്കുന്നു ഒക്കെ ഇന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കരുണയല്ലാതെ എന്താ, ഔദാര്യമല്ലാതെ എന്താണ്? പൗലോസ് പറയുന്ന പോലെ ദാനമായിട്ട് കിട്ടിയതല്ലേ എന്താ ഉള്ളത്? ആ നമ്മൾ ആണ് ഈ കടുപിടുത്തം കാണിക്കുന്നത്. ജോസഫിൻ്റെ ജീവിതത്തിൽ നിങ്ങൾ ക്ഷമിച്ചത് കൊണ്ട്, പ്രതികാരം കാണിക്കാൻ പോകാതിരുന്നത് കൊണ്ട് നഷ്ടം ഉണ്ടായോ ലാഭം ഉണ്ടായോ? തുടർന്നുള്ള ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം. ജോസഫിനെ പറ്റി ഇങ്ങനെ ഒരു പരാമർശമൊക്കെ ഉണ്ടല്ലോ. അതായത്
ജോസഫിനെ അടിമയായിട്ട് വിറ്റു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു സാഹചര്യമൊക്കെ ഓർക്കണം. അതായത് അടിമയെ വിൽക്കുന്നത് ഈ കാളേനെയും പോത്തിനെയൊക്കെ ചന്തയെ കൊണ്ടുവരുന്ന പോലെയാണ് അടിമകളെ കൊണ്ടുവന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ. തുണി പോലും ഉടുപ്പിക്കില്ല. കാരണം ഈ അടിമയുടെ സൈസും മസിലും ആരോഗ്യം നോക്കിയിട്ടാണ് ഇവർ വില പറയുന്നത്. ഇവർ ചന്തയിൽ വിൽക്കപ്പെടുന്നതാണ് ഈ മനുഷ്യർ. അടിമകൾ അങ്ങനെ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. അതൊക്കെ അടുത്ത കാലഘട്ടം കൊണ്ടൊക്കെ മാറി. ഇതൊക്കെ ഞാൻ അതിനെപ്പറ്റിയൊക്കെ നമുക്കറിയാം, ചരിത്രം അറിയാവുന്നവർക്കറിയാം. അപ്പോൾ അടിമയായിട്ട് വിറ്റെന്ന് പറയുമ്പോൾ ജോസഫിൻ്റെ വസ്ത്രങ്ങൾ മാറ്റി. കറക്റ്റ്. എന്നിട്ട് അവന് വിലയിട്ടു. ഇതിന് പയ്യനാണ്, വലിയ ആരോഗ്യം മസിലൊന്നുമില്ല, അവന് ഒരു 500 രൂപ ഉള്ളൂ, അത്രേ ഉള്ളൂ. അങ്ങനെയാണല്ലോ വില ഇടുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ സഹോദരന്മാരുടെ മുന്നിൽ വെച്ചിട്ട് ജോസഫിൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി. എത്ര അല്ലേ, സ്വന്തം സഹോദരൻ മുന്നിൽ വെച്ച് ഇങ്ങനെ വിവസ്ത്രനാകുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര അല്ലേ, അതേ അനുഭവിച്ച വേദന എന്തുമാത്രമാണ്. ഓടിപ്പോയില്ല, കൊതറിയില്ല, എതിർത്തില്ല. ഞാൻ പറയുന്നത് ശരിയാണോ നിങ്ങൾ ആ നിമിഷം ദൈവം കൊട്ടാരത്തിൽ ഒരു മന്ത്രിയുടെ കുപ്പായം അവന് വേണ്ടി തയ്പ്പിച്ച് വെച്ചു. ദൈവം അവൻ്റെ മനസ്സിൽ, ജോസഫ്, ഇന്ന് നീ ഈ നിൽപ്പുണ്ടല്ലോ, നിൽക്കുന്ന നിൽപ്പ്, അതേ നീ ഉടുക്കും ഒരു കൊട്ടാരത്തിൽ മന്ത്രിയുടെ കുപ്പായം നീടും. ഇത് വിശ്വസിക്കുന്നവനെ ഇങ്ങനെ ക്ഷമിക്കാൻ പറ്റുള്ളൂ. യെരമ്യാ 29:12 കർത്താവിൻ്റെ വചനമാണത്. ഇതിനെപ്പറ്റി ഇവർക്കറിയാവുന്ന വചനമാണ്. ഒരു പദ്ധതിയുണ്ട്, നാശത്തിന് വേണ്ടിയല്ല, ക്ഷേമത്തിന് വേണ്ടിയാണ്. നിങ്ങൾ എന്നോട്, ദൈവത്തിന് എന്നെപ്പറ്റി ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഏതെങ്കിലും മനുഷ്യർക്കത് മാറ്റാൻ പറ്റുമോ? ജോസഫിനെ പറ്റി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പൊട്ടക്കെണ്ടിൽ ഉന്തിയിട്ടാലും, അടിമയായിട്ട് വിറ്റുകളഞ്ഞാലും, ജയിലിൽ കടന്നാലും ജോസഫ് മന്ത്രിയാകും. ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അവനെ വഴിയിലൂടെ കടന്നു പോകണം, ദുർഘടമായ വഴിയിലൂടെ പോകണം. ഞാനും നിങ്ങളും ഒരുപക്ഷെ ക്ഷണിക്കപ്പെടുന്നത് ഈ തെറ്റിദ്ധാരണയുടെ, അവഗണനയുടെ വഴിയിലൂടെ നമ്മൾ പോകേണ്ടി വരും. വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റപ്പെട്ടതുപോലെ നമ്മുടെ പേര്, നമ്മുടെ സൽപ്പേര്, നമ്മുടെ അഭിമാനം ഒക്കെ ചോർത്തിക്കളയുന്ന, നഷ്ടപ്പെടുത്തുന്ന മനുഷ്യരുണ്ട് നമ്മുടെ ചുറ്റും. ഒന്നും ചെയ്യണ്ട, ചുമ്മാ ഇരുന്നാലും മതി. അപ്പോൾ ഒരു ഭക്തർക്ക് പറ്റില്ല. ആത്മീയത ഉള്ളവൻ അവിടെ നിൽക്കും. അവനറിയാം, എൻ്റെ ദൈവത്തിന് എന്നെപ്പറ്റി പദ്ധതിയുണ്ട്, അത് പൂർത്തീകരിക്കപ്പെടും. ഞാൻ തളരില്ല, ഞാൻ പ്രതികാരം കാണിക്കില്ല, ഞാൻ ആത്മഹത്യ ചെയ്യില്ല. ഞാൻ വിശ്വസിക്കുന്ന ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. കാരണം ദൈവത്തിൻ്റെ പദ്ധതിയാണ്, അത് മാറില്ല. ഇതാണ് ഒരാത്മീയ മനുഷ്യന് വേണ്ട വിശ്വാസം എന്ന് പറയുന്നതൊക്കെ. ദൈവം പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അതേ ഈശോ പറയും, നിങ്ങളും ലോകത്തിൻ്റെ പ്രകാശമാകണം. അതാ പ്രശ്നം. അത് ബുദ്ധിമുട്ടാണ്. ആദ്യത്തെ കുഴപ്പമില്ല. നമ്മളും ഈ പ്രകാശത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യണം. ഈശോ ചെയ്ത കാര്യങ്ങൾ അവനെ ആരാധിക്കുന്നവർ അങ്ങനെയാണല്ലോ, അല്ല, ആരാധിക്കുന്ന ആരെയാണോ, ഫാൻസ് അസോസിയേഷൻസ് പല രീതി ആരാധിക്കാൻ, അല്ല, നടക്കുന്ന പോലെ നടക്കുന്നു, മുടി വെട്ടുന്നു, സംസാരിക്കുന്നതൊക്കെ വലിയ കാര്യങ്ങളൊക്കെയാണ്, അല്ല, ഇന്ന ആളെ പോലെ സംസാരിക്കുന്നത്, നടക്കുന്നതൊക്കെ. വസ്ത്രദാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇങ്ങോട്ട് കണ്ടിട്ടില്ല, ഓരോ സിനിമയിലെ ട്രെൻഡാണ് ഓരോരുത്തർ ഇടുന്നതൊക്കെ. അവനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവൻ നടന്ന വഴിയേ നടക്കുക. ഇതാണ് ആരാധന. ഇതാണ് ആരാധന. നമ്മൾ ആരെ ആരാധിക്കുന്നത്? അപ്പോൾ ഇങ്ങനെ ഒരു വെട്ടം കിട്ടിയവർ, ബോധ്യം കിട്ടിയവർ, ഞാൻ ഓർക്കുകയാണ്, എന്തിൻ്റെ എല്ലാം പേരിലാണ് അല്ലെ ഈ പറയുന്ന ഈ പൈശാചികമായ ബന്ധനത്തിലേക്ക് പോകുന്ന ഓർത്ത് നോക്കിയത് നിങ്ങൾ, അല്ലേ? ഈ പോട്ടയെന്നോ സാരയില്ലെന്നോ പറയാൻ നമുക്ക് പറ്റുന്നില്ല. എന്നിട്ടോ അത് വാശിയായി വൈരാഗ്യം. നിങ്ങൾ അറിയണം ഈ കാര്യം. അതായത് പിശാച് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നമ്മുടെ ചിന്ത എന്നുള്ള അതൊരു ഇങ്ങനെ ഒരു രൂപമൊന്നുമില്ല പിശാചിന്. അതൊരു അരൂപിയാണ്. അത് ഏത് രീതിയിലും പ്രവർത്തിക്കാം, ആരിലൂടെയും വരാം. അതൊരു അരൂപിയാണ്. നമ്മൾ അതിനെ പറയുന്നത് ദുഷ്ടാരൂപിനാണ്. അതായത് എൻ്റെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും പകയും ഉണ്ടെങ്കിൽ അതൊരു വികാരമല്ല, ഒരു വ്യക്തിയാണ്. വ്യക്തിയുടെ പേരാണ് പിശാച്. അപ്പോൾ ആ പിശാച് പ്രവർത്തിക്കും. ഒരു അരൂപിയുണ്ട്, അരൂപിയുടെ പേരാണ് ദുഷ്ടാരൂപി. അപ്പം ആരോട് വെറുപ്പുണ്ടോ, വിദ്വേഷമുണ്ടോ, പകയുണ്ടോ, ആ വ്യക്തിയോട് അസൂയ തോന്നും.
കാരണം ഉള്ളിൽ പ്രവർത്തിക്കുന്നത് ദുഷ്ടാരൂപിയാണ്. പിശാചുള്ളി ഇരിപ്പുണ്ട്, വെറുപ്പുള്ളി ഇരിപ്പുണ്ട്. അവരെ പറ്റി കുറ്റം പറയും, അവരെ മനസ്സിൽ വിധിക്കും. അവസാനം നമുക്കറിയാം, ചിലർ കൊലപാതകം വരെ ചെയ്യും. കാരണം ഈ പ്രവർത്തിക്കുന്ന അരൂപി പിശാചാണ്, അതൊരു വ്യക്തിയാണ്, അതൊരു അരൂപിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആ ലോജിക്ക് മനസ്സിലായോ? ഇനി നമ്മുടെ ഉള്ളിൽ ക്ഷമയും ഈ പരിശുദ്ധാരൂപിയുടെ വരങ്ങളാണ് ക്ഷമ അല്ലെങ്കിൽ സ്നേഹം. ഇതൊക്കെയാണല്ലോ വരങ്ങൾ എന്ന് പറയുന്നതൊക്കെ. ഇതാണ് അകത്തെങ്കിൽ ഒരു അരൂപി പ്രവർത്തിക്കുക. അരൂപിയുടെ പേരാണ് പരിശുദ്ധാരൂപി. അരൂപിയുടെ ഫലങ്ങളാണല്ലോ സ്നേഹം, ക്ഷമ, ദയ എന്നൊക്കെ പറയുന്നതൊക്കെ, സംയമനം, അങ്ങനെ പലതുണ്ടല്ലോ. അപ്പം ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത് ആരാ ഉള്ളിലിരിക്കുന്നത്, ഏത് അരൂപിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം നിങ്ങൾ പറയാം, ഉള്ളിൽ പിശാചിനെ വെച്ചുകൊണ്ട് കുർബാന അർപ്പിക്കാൻ പറ്റും, ഭക്തി കാണിക്കാൻ പറ്റും, ആത്മീയതയില്ല. അടിസ്ഥാന പ്രമാണം അതാണ്. നമ്മുടെ ഉള്ളിൽ ആരാ, നമ്മൾ ആരെ ആരാധിക്കുന്നത്, പ്രതിഷ്ഠിക്കുന്നത്. അത് നമ്മുടെ സംസാരവും പെരുമാറ്റങ്ങളും കണ്ടാൽ മതി, അറിയാൻ പറ്റും ഉള്ളിൽ ആരാ ഉള്ളതെന്ന്. വിഷമം തോന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ വൈരാഗ്യത്തിലേക്കും വാശിയിലേക്കും പ്രതികാരത്തിലേക്കും പോകുമ്പോൾ പിശാചിന് പ്രവർത്തിക്കാൻ ഇടം കൊടുക്കുകയാണ്. പിന്നെ പ്രവർത്തിക്കുന്ന ദുഷ്ടാരൂപിയാണ്. അത് എവിടെയെല്ലാം കൊണ്ട് എത്തിക്കും. ഞാൻ ഈ മണ്ണിൻ്റെ പേര് തന്നെ എന്തോരം ഉണ്ടെന്ന് പ്രശ്നങ്ങളെ നോക്കി അല്ലേ. ഈ ചില മനുഷ്യർക്ക് ഇതാണ് ഈ മണ്ണിനോടുള്ള ആർത്തി. അത് ഈ നമ്മുടെ നാട്ടുകാർക്ക് വെച്ച് കൂടുതലുണ്ട്. ഇതൊക്കെ എല്ലാം അള്ളിപ്പിടിച്ച് ഇതിനു വേണ്ടി എത്രയോ സമാധാന സന്തോഷമുള്ള കുടുംബങ്ങളെന്നറിയോ. ഈ സ്വത്തിൻ്റെ കാര്യം വരുമ്പോൾ അയ്യോ മാധ്യസ്ഥൻ വന്ന് അവരിടപെട്ട് ഇവിടെ ഇടപെട്ട് ഒരു തൊണ്ടിന് വേണ്ടി എന്തെല്ലാം ഇത് എന്നിട്ട് തമ്മിച്ചാലാണ്. കൊലോസ്യ ഹെബ്രായരുടെ ലേഖനത്തിൽ 12-ാം അധ്യായം 14-ാമത്തെ വാക്യമൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കിയ വാക്യം. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് നിങ്ങൾക്ക് ഉപദ്രവകരമായി തീരാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇതൊരു വിത്തായിട്ടും വേരായിട്ടും വീഴുന്നത് ചെറിയൊരു പ്രശ്നങ്ങൾ തുടങ്ങുന്നതാണ്. എന്നിട്ട് ഇത് വളരും, ചെടിയാകും, വൃക്ഷമാകും, പടുവൃക്ഷമാകും. അത് നമ്മുടെ ദേഹത്തേക്ക് തന്നെ വീഴും, നമ്മൾ മരിക്കും. ഇട്ടത് വിത്താണെങ്കിൽ വീഴുന്നത് മരമാണ്. വെള്ളമൊഴിച്ച് കൊടുക്കുമല്ലേ. ഇത് ഓർക്കാനൊരു കാരണമാണ് എൻ്റെ ജീവിതത്തിൽ. ഞാൻ റീജൻസി കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛനായാലും അതിന് മുമ്പ് ഒരു വർഷമാണ് റീജൻസി എന്ന് പറഞ്ഞ് ഞങ്ങളെ ഈ ജയിൽ മിനിസ്ട്രി ജയിലുകളിലൊക്കെ ഞായറാഴ്ചകളിൽ അച്ഛന്മാരോട് കുർബാനയ്ക്കൊക്കെ പോകുമായിരുന്നു. അവരെ സന്ദർശിക്കും, സംസാരിക്കും, കുർബാനയ്ക്ക് ഞങ്ങളും കൂടും അവരുടെ കൂടെയൊക്കെ. അങ്ങനെ ഒരു വിയ്യൂർ, തൃശ്ശൂർ സെൻട്രൽ ജയിൽ അവിടെ വിയ്യൂരിലാണ്. അപ്പം അങ്ങനെ ഒരു മനുഷ്യൻ എന്നോട്, നമ്മുടെ ഒരു നാട്ടുകാരാന്ന് ഓർത്തോണേ, ഞാൻ ബാക്കി നിങ്ങൾക്ക് വർഷം കുമ്പുണ്ടായ 10-20 കൊല്ലം ആയിട്ടുണ്ടാവും, എനിക്ക് എൻ്റെ ഓർമ്മയിൽ അല്ല ആയിട്ടുണ്ടാവും, നിങ്ങൾ ചിലരെങ്കിൽ ഓർക്കുന്നുണ്ടാവും സംഭവമൊക്കെ. അതായത് ഇദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അച്ഛാ, 2 റബ്ബർ മരത്തിൻ്റെ വില അച്ഛാ എൻ്റെ ജീവപര്യന്തം തടവിന് വിധിച്ചേക്കുക. 5-8 വർഷമായി കിടക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഇതൊക്കെ പേപ്പറിൽ വന്നാന്നൊക്കെ പറയുന്നതൊക്കെ സംഭവമൊക്കെ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന്, അതിൻ്റെ വ്യാഖ്യാനം പറയുന്ന കേട്ടോ, സംഭവം പറയുന്നത് കേട്ടോണേ. അതായത് 4 ഏക്കർ ഭൂമി വെച്ച് 2 മക്കൾക്ക് വിധിച്ചു കൊടുത്തു. അത്രയും സ്ഥലമുള്ളവരാണല്ലോ, റബ്ബർ തോട്ടാണ്. ഇപ്പോൾ റബ്ബറിന് വില, അന്നൊക്കെ വിലയുള്ള സമയം, ഇന്നിപ്പോൾ വിലയില്ല. അങ്ങനെ ഈ റബ്ബർ ടാപ്പിംഗ് ആരംഭിച്ചു. 2 പേര് ചേട്ടൻ അനിയൻ റബ്ബർ ടാപ്പിംഗ് വളരെ സമാധാനപരമായിട്ട് ടാപ്പിംഗ് തുടങ്ങാൻ പോവാണ്. തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ 2 പേരുടെ അതിർത്തി നിശ്ചയിക്കുന്ന ഒരു തൊണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, വെള്ളമൊക്കെ ഒഴുകുന്ന അല്ലെങ്കിൽ നടന്നു പോകുന്ന ഒരു തൊണ്ട് പോലെ ഇങ്ങനെയുണ്ട്. ഈ തൊണ്ടിൽ 2 റബ്ബർ മരം നിൽപ്പുണ്ടായിരുന്നു. അതും അത്യാവശ്യം വളർന്നു, ഇതുപോലെ ഇല്ലെങ്കിൽ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചേട്ടൻ വെട്ടി വന്നപ്പോൾ ആ റബ്ബർ മരത്തിൻ്റെ കൂടെ വെട്ടി. കാരണം അത് അവൻ്റെ അല്ല, ഇവിടെ നിൽക്കുന്നതാണ്. അപ്പോൾ വെട്ടി നമ്മൾ ആദ്യം കണ്ടോ, നമ്മളങ്ങ് വെട്ടി. അപ്പം അനിയം ടാപ്പ് ചെയ്യുന്നപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ 2 റബ്ബർ അതാവും. അപ്പോൾ അങ്ങനെ വെട്ടേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് അത് അവൻ്റെ അല്ലെന്ന്. ഇയാൾ പാലെടുക്കാൻ വന്നപ്പോൾ ഈ അനിയൻ ഈ പാലുമായിട്ട് പോയി. അദ്ദേഹം വെട്ടി റബ്ബർ പാൽ ഇവിടെ അദ്ദേഹം എടുത്തുകൊണ്ട് പോയി, അനിയൻ കൊണ്ടുപോയി. സ്വർണത്തിൻ്റെ പാലല്ലേ വീഴുന്നത്, റബ്ബർ അല്ലേ, മോഷിച്ചുകൊണ്ട് പോകാനൊക്കെ ആട്ടെ. 2 ചിരട്ടയുള്ള പാലിൻ്റെ കാര്യം പറയുന്നതൊക്കെ. 4 ഏക്കറുള്ളവൻ. ഒരു ഭ്രാന്ത തലയ്ക്ക് കയറി പിടിക്കും ഈ ഭൂമി പലർക്കും. പിറ്റേ ദിവസം ചേട്ടൻ വെട്ടിയില്ല, അനിയം ടാപ്പ് ചെയ്തു. അപ്പം അനിയം വിചാരിച്ചു ചേട്ടൻ പെട്ടെന്ന് വിചാരിച്ചു. അനിയം ടാപ്പ് ചെയ്തിട്ട് പോയി. ചേട്ടൻ ന്യൂട്രൽ വന്ന് പാൽ കൊടുത്തുകൊണ്ട് പോയി. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഓരോ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം 2 പേരും ഒരുമിച്ച് വന്നു, തർക്കമായി. ഇത് വീതം വെച്ച് കൊടുത്ത അപ്പം ജീവിച്ചിരിപ്പില്ല. 2 റബ്ബർ മരത്തിന് വേണ്ടി
അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തെറിയോ വഴക്കോ ഉന്തോ ഇതായി വേറെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി പിന്നെ അറിഞ്ഞുകൂടെ. എന്തായാലും ഈ റബ്ബർ കത്തി ഉണ്ടായിരുന്നു അരയിൽ, അതെടുത്ത് അനുജൻ ചേട്ടൻ്റെ പള്ളക്കിട്ട് കുത്തങ്ങ് വെച്ച് കൊടുത്തു. ചെയ്യാൻ വേണ്ടി പോയതല്ല, ആ എന്തോ പറഞ്ഞ് ദേഷ്യം വന്ന് വികാരങ്ങൾ അത് സ്ഫോടനമായി മാറി, എന്തോ അങ്ങനെ അവസാനിച്ചു. ഇപ്പം ജയിലിൽ കിടക്കുക, ചേട്ടൻ്റെ പണി തീർന്നു, 2 കുടുംബങ്ങൾ അനാഥമായി. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് നിങ്ങൾക്ക് ഉപദ്രവകരമായി തീരാതിരിക്കാൻ ഓരോരുത്തരും സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇത് സത്യമാണെന്ന് പറയും വചനം. ഇത് തുടങ്ങിയത് എവിടെയാ, അവസാനിച്ചത് എവിടെയാ? അത് ഈ മണ്ണിൻ്റെ പേര്. നിങ്ങൾ ഈ വീതമൊക്കെ വെക്കുമ്പോൾ ഈ അധ്യായത്തിൽ വായിക്കണം. എത്രയോ കുടുംബങ്ങളെന്ന് പറയും പ്രശ്നങ്ങൾ. അതായത് ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ 8 തൊട്ടുള്ള വാക്യങ്ങൾ നിങ്ങൾ 2 പേര് വീതം വെക്കുന്ന സ്ഥലം ഇത് വായിച്ചിട്ട് വേണം, ബൈബിൾ ഇത് വായിച്ചിട്ട് വേണം വീതം വെക്കാനായിട്ട്. അങ്ങനെയെങ്കിലും ഇത് വെളിച്ചം കയറട്ടെ ഉള്ളിലേക്ക്. ഇത് അങ്ങനെയൊക്കെ വായിക്കാനുള്ള പുസ്തകം ഇതൊക്കെ. ലോത്തും അബ്രഹാം കൂടി വീതം വെക്കുന്ന സംഭവം ഞാനത് ചുരുക്കി പറയാം. അതായത് ലോത്ത് നമ്മൾ ചിലരെ പോലെ ബുദ്ധിമാനാണ്, കഴിവുള്ളവനാണ്. അബ്രഹാം എന്തായാലും ഒരു ദൈവാനുഗ്രഹമുള്ള മനുഷ്യനാണ്, ഒരു ആത്മീയ മനുഷ്യനാണ്. അത് അദ്ദേഹം തെളിയിച്ചു. അബ്രഹാം പറഞ്ഞത് ഇതിൻ്റെ പേരിൽ കാലാകാലങ്ങളായിട്ട് BC-യിൽ പോലും അടിയുള്ള സമയമാണ്. AD-യിലല്ല അന്നും അടിയാണ് സ്വത്തിൻ്റെ പേരിൽ. അതാ പറഞ്ഞത്, തമ്പുരാനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഈ മാമോനെ ദൈവത്തെ ഒരുമിച്ച് സേവിക്കാൻ പറ്റിയല്ല. പലരും രണ്ടും കൂടെ ഒരുമിച്ച് പിടിക്കും. പലരുടെയും ദൈവം പണമാണ്, അതൊക്കെ സമ്മതിക്കണം. അതിനുവേണ്ടി ചെയ്യുന്നതിൻ്റെ ഒരു പകുതിയെങ്കിലും മറ്റു പല കാര്യങ്ങളും കൂടെ ചെയ്യുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കുന്നതൊക്കെ പലരും സേവിക്കുന്ന മാമോനെ തന്നെയാണ്. അവർ ജീവിക്കുന്ന സമ്പത്തിന് വേണ്ടി മാത്രമാണ്. എന്നിട്ട് അങ്ങ് മരിച്ചു പോവുക. ഇതിനുവേണ്ടി മാത്രം ജീവിക്കാനുള്ളതാണ് ജീവിതമൊക്കെ. ജീവിക്കാൻ വേണ്ടി സമ്പത്ത് വേണം. ഇങ്ങനെ ചത്ത് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ നമുക്ക്. പോട്ടെ, നമ്മുടെ വിഷയം അതൊന്നുമല്ല, അതൊക്കെ വേറെ സന്ദർഭത്തിൽ സംസാരിക്കാം. അപ്പം ഈ അബ്രഹാം പറഞ്ഞ് നമ്മൾ ഇതിൻ്റെ പേര് വഴക്കിൽ ഞാനില്ല, നീ ഇഷ്ടമുള്ള എടുത്തോ, എനിക്ക് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ മതി. കാരണം അടി ഉണ്ടാകുന്ന ഉറപ്പാണ്. ലോത്ത് നമ്മൾ ചിലരെ പോലെ ബുദ്ധിയുള്ള മനുഷ്യൻ, അവൻ നല്ല സ്ഥലം, അതായത് ഈ ബൈബിളിൽ പറയുന്നത് എങ്ങനെയാണ്, ജോർദാൻ്റെ സമതലം മുഴുവനും ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. അതുകൊണ്ട് അതിൻ്റെ ഇരുവശങ്ങളും ലോത്തങ്ങ് എടുത്തു. ബുദ്ധിയുള്ളവനാണ്. അബ്രഹാമിന് അറിയാം എന്നെ പൊട്ടനാക്കി. അബ്രഹാം ആ കാണുന്ന മരുഭൂമിയില്ല, അത് മൊത്തം നീ എടുത്തോളാൻ പറഞ്ഞു. വെള്ളമില്ലാതെ അവിടെ വല്ലതും ചെയ്യാൻ പറ്റുമോ? പുഴയുടെ അപ്പുറം ഇപ്പുറം അല്ലേ വല്ലതും ചെയ്യാൻ പറ്റുമോ? അത് ലോത്ത് എടുത്തു. അബ്രഹാമത്തിന് മനസ്സിലായി എന്നെ പൊട്ടനാക്കി. അബ്രഹാം തർക്കിക്കാനും പോയില്ല, കലഹിക്കാനും ഒന്നിനും കലഹത്തിനും പോയില്ല. സ്നേഹമുള്ളവരെ, തുടർന്ന് നിങ്ങളിങ്ങനെ വായിക്കണം. മുന്നോട്ട് വായിക്കുമ്പോൾ ഈ ലോത്ത് കൊണ്ടുപോയ ഭൂമിയാണ് സോദോം ഗൊമോറയായിട്ട് മാറിയത്. ഉടുതുണി പോലും ഇല്ലാതെ അവിടുന്ന് പോകേണ്ടി വന്നു. ചതിക്കപ്പെട്ട അബ്രാഹത്തെ ദൈവം അവിടെ വെച്ച് ഒരു അനുഗ്രഹം കൊടുക്കുകയാണ്. നിമിഷം തന്നെ അബ്രാഹം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രാഹത്തോട് പറഞ്ഞു, നീ തല ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കും ഞാൻ തരും. ഈ ദേശത്തിൻ്റെ പേരാണ് കാനാൻ ദേശം. അതായത് അബ്രാഹത്തിന് കൊടുത്ത മരുഭൂമി ദൈവം കാനാൻ ദേശമാക്കി മാറ്റി. എന്നാൽ ലോത്ത് തട്ടിപ്പറിച്ചു കൊണ്ടുപോയത് സോദോം ഗൊമോറയായി മാറി. ഇതിനിടയ്ക്ക് ഒരു ദൈവം ഉണ്ടെന്ന് മറക്കരുത്. അത് നമ്മുടെ പ്രശ്നം. രണ്ടുപേരും ഓർക്കണം. തട്ടിച്ചോണ്ട് പോകുന്നവരും അന്യായമായിട്ട് കൊണ്ടുവന്നവരും ഓർക്കണം, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദൈവമുണ്ട്. ക്ഷമിക്കുന്നവന് വിട്ടുകൊടുക്കുന്നതിന് ഓർത്തോ, ഒരു ദൈവമുണ്ട്. 2 പേരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും. ഇതൊക്കെ ഒന്ന് ഓർക്കണം, നല്ലതാണ്. എത്ര കുടുംബങ്ങളിലാണെന്ന് പറഞ്ഞ ഇതിനെ പേര്. ഇനി സ്ത്രീധനം കിട്ടിയത് പോരാ, അമ്മക്ക് കൊടുത്തു. ഇത് തന്നെ ഉള്ളൂ. ഉള്ളത് കൊണ്ടല്ലേ, ഇല്ലാത്തവർക്ക് പരാതിയൊന്നുമില്ലല്ലോ. എത്രയോ പെൺകുട്ടികൾ എനിക്കറിയാം പരാതി പറയാൻ വീട്ടിലുണ്ടായിട്ടില്ല ഉള്ളൂ. ആരെങ്കിലും സഹായിച്ച് കെട്ടിച്ചു വിടുക. ഇത് കലഹത്തിൻ്റെ ദുരാത്മാവാണ്. അത് കുടുംബങ്ങളിൽ കയറുന്നുണ്ട്. ഇത് ദൈവാനുഭവം ഉണ്ടായി. ഞാൻ വീണ്ടും ഇതിനെ ഒന്നുകൂടെ സാധൂകരിക്കാൻ വേണ്ടി വീണ്ടും ഞാൻ വചനങ്ങൾ നിങ്ങൾ വായിച്ച് കേൾപ്പിക്കുകയാണ്. നിങ്ങളിത് വായിക്കണം, ഓരോരോ കാര്യങ്ങളൊക്കെ. ഈ സ്നേഹമില്ലാതെ നമ്മൾ എന്ന് ആത്മീയത പറഞ്ഞു, ഞാൻ കരുണയെപ്പറ്റി പറഞ്ഞ പോലെ നിങ്ങൾ ഇത് രണ്ടും വ്യത്യാസം ഓർത്തേ. അതായത് ഇതിന് ചെറിയൊരു വ്യത്യാസമുണ്ട് സ്നേഹവും കരുണയും തമ്മിൽ. ഇത് രണ്ടും ദൈവം ആഗ്രഹിക്കുന്നത്. അതായത് അർഹിക്കാത്ത സ്നേഹത്തിന് പറയുന്ന പേരാണ് കരുണ. ചിലർ സ്നേഹം അർഹിക്കുന്നില്ല. ദൈവം നമ്മളോട് കാണിക്കുന്നത് സ്നേഹമല്ല, കരുണയാണ്. കാരണം നമ്മൾ സ്നേഹം അർഹിക്കുന്നുണ്ടോ? നമ്മൾ വീണ്ടും പാപം ചെയ്യുന്നു.
നമ്മൾ പാപത്തിൽ വീണ്ടും തുടരുന്നു. എന്നിട്ട് ദൈവം നമ്മൾ ഉപേക്ഷിക്കുന്നില്ല. ദൈവത്തിൻ്റെ കരുണയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. നമ്മൾ കാണിക്കേണ്ടതും ഈ കരുണയാണ്. ശത്രുക്കൾ നമ്മുടെ സ്നേഹം അർഹിക്കുന്നില്ല, പക്ഷെ ഞാൻ കരുണ കാണിക്കും. കാരണം ഒരു ദൈവം എന്നോട് സമുദ്രം പോലെ എനിക്ക് സ്നേഹം തരുന്നുണ്ട്, അല്ല എന്നോട് കരുണ കാണിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇത് ഒരാത്മീയത നമുക്കുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മൾ മുന്നോട്ട് വരും ദിവസങ്ങളിൽ വ്യത്യസ്തങ്ങളായ ചില കാര്യങ്ങൾ കാണാൻ പോവുകയാണ്. നമ്മൾ ആത്മീയരായിട്ടേ നമുക്ക് ഭക്തരാകാൻ പറ്റുള്ളൂ എന്ന് അതിൽ അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഭക്തിയൊക്കെ നമ്മളെ കുറച്ചുകൂടി ആത്മീയരാക്കണം. അത് ഏതെല്ലാം വഴിക്കാണ്, ഏതെല്ലാം പ്രവൃത്തികളാണ് നിശ്ചയമായിട്ടും ചെയ്യേണ്ടത്? രണ്ട് പ്രവൃത്തികളാണ്. ഒന്ന്, എങ്ങനെയാണ് നീ നല്ല അയൽക്കാരനാകുന്നത്? ഒന്ന്, നീ കരുണ കാണിക്കണം. അതൊരു പ്രവൃത്തിയായിട്ട് ഈശോ ഉപമയിലൂടെ നമ്മൾ വായിച്ചു കേട്ടു. രണ്ടും ഈശോ തന്നെയാണല്ലേ. നല്ല സമരക്കാരൻ ഈശോ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു. കാല് കഴുകിയത് ഈശോ തന്നെയാണ്. ഈ മാതൃകയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. എൻ്റെ കുടുംബത്തിലും ബന്ധങ്ങളിലും എവിടെയൊക്കെ കരുണയുടെയും ഈ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും പാഠങ്ങൾ ഞാൻ സംശീകരിക്കണം, പ്രാവർത്തികമാക്കണം. ഇത് പ്രാക്ടിക്കലാകണം, ഇത് പ്രായോഗികമാക്കണം. എങ്കിൽ മാത്രമേ ഇതിന് ജീവനുള്ളൂ. അല്ലെങ്കിൽ ഇത് ചത്ത പുസ്തകമാണ്. ഇതിന് മാംസം ധരിക്കണം. അതിലേക്ക്